നമ്മൾ ഓഗസ്റ്റിലേക്ക് അതോടുകൂടി ഈ വർഷത്തെ പ്രിലിമിന് ഒരുങ്ങുന്നവർക്കും ഈ വർഷം പ്രിലിം ലേറ്റ് ആയതുകൊണ്ട് അടുത്ത വർഷം പ്രിലിമിന് ഒരുങ്ങുന്നവർക്കുള്ള ഒരു ബേസ് കിട്ടും. പിന്നീട് നമ്മൾ വീക്കിലി കറണ്ട് അഫയേഴ്സ് മാത്രം കൃത്യമായിട്ടും ഫോളോ ചെയ്ത് പോയാലും മതിയാവും. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുക. നമ്മള് ഇന്നലെ ടോപ്പിക് എത്ര വരെ എടുത്തതെന്ന് ഓർക്കുന്നുണ്ടോ? ജൂലൈ 78. ഓക്കെ. അടുത്ത ടോപ്പിക് ആണ് സെന്റർ എക്സ്റ്റൻഡ് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം ടു 2025. നമ്മൾ ജോയിൻ ചെയ്യുന്നവർ മ്യൂട്ട് ചെയ്യുക. എന്താണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം? 26,204 കോടി രൂപയാണ് ഈ സ്കീം വഴിയായിട്ട് ചെയ്തത്. 2016-ലാണ്. ഓൺടർപ്രണർഷിപ്പ് ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രോത്സാഹിപ്പിക്കും. സംരംഭകത്വം പ്രോത്സാഹിപ്പിച്ചെങ്കിൽ മാത്രമേ ജോലി ക്രിയേറ്റ് ചെയ്യപ്പെടത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. സിഡ്ബിയും നവാർഡും ആണ് ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഗ്രീൻഫീൽഡ് പ്രൊജക്ട്സിനാണ് ലോൺ ലഭ്യമാകുക. പുതിയ പ്രൊജക്ട്സ് ആണ്. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വഴിയായിട്ട് അത് 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ. അതിൽ ഒരു കാര്യമുള്ളത്, ഒരു SC/ST ബോറോവർ എങ്കിലും ഉണ്ടാവണം, ഒരു വിമൻ ബോറോവർ എങ്കിലും ഉണ്ടാവണം പെർ ബ്രാഞ്ച് ഫോർ സെറ്റിംഗ് അപ്പ് ഗ്രീൻഫീൽഡ് എന്റർപ്രൈസസ് ഇൻ മാനുഫാക്ചറിങ്, സർവീസ് ഓർ ട്രേഡിംഗ് സെക്ടർ. ഇതാണ് അതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അടുത്ത ഒരു സ്കീം നമ്മൾ കാണാൻ പോവുകയാണ്. സ്മൈൽ സ്കീമാണ്. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ സ്കീമാണ്. നിങ്ങൾക്ക് മറ്റൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നമുക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ നമ്മൾ മിനിസ്ട്രീസിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കും. നമുക്ക് പുതിയ പുതിയ സ്കീംസിനെ കുറിച്ചൊക്കെ വിവരം കിട്ടും. ഫ്രീ ടൈമിലൊക്കെ പ്രധാനപ്പെട്ട മിനിസ്ട്രീസിന്റെ വെബ്സൈറ്റ് ഒക്കെ നോക്കുക. സോ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്കീമാണിത്. റീഹാബിലിറ്റേഷൻ, പ്രൊവിഷൻ ഓഫ് മെഡിക്കൽ ഫെസിലിറ്റീസ്, കൗൺസിലിംഗ്, ബേസിക് ഡോക്യുമെന്റേഷൻ, എഡ്യൂക്കേഷൻ, എക്കണോമിക് ലിങ്കേജസ്, ഇതൊക്കെ ഈ സ്കീമിൽ വരുന്നുണ്ട്. It includes sub-scheme Central Sector Scheme for comprehensive rehabilitation of persons engaged in the act of begging. ഭിക്ഷ യാചിക്കുന്നവരെയൊക്കെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതും ഈ സ്കീമിന്റെ സബ് സ്കീമിന്റെ ഭാഗമാണ്. 81-ാമത്തെ കറണ്ട് അഫയേഴ്സിൽ കാണുന്നത് മഹിളാ കിസാൻ ശാക്തീകരൺ പരിയോജന എന്ന് പറയുന്ന സ്കീമാണ്. മറ്റൊരു സ്കീം, വീണ്ടും അഗൈൻ അനദർ സ്കീം. സ്കീമുകൾ ധാരാളം ഉണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങളോട് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, സ്കീമുകൾക്ക് നിങ്ങൾ സെപ്പറേറ്റ് ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു കണ്ടന്റോ നിങ്ങൾ തയ്യാറാക്കും. ഗവൺമെന്റ് ഹാസ് സെഡ് ദാറ്റ് അണ്ടർ ദ സ്കീംസ് ഇംപ്ലിമെന്റഡ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ, അറ്റ്ലീസ്റ്റ് 30% ഓഫ് ദ എക്സ്പെൻഡിച്ചർ allocated for agricultural schemes is being incurred for women to bring them into mainstream agriculture. This is mainly includes Mahila Kisan Shaktikaran Pariyojana. ഇത് 2011 ലോഞ്ച് ചെയ്ത സ്കീമാണ്. ഇത് ദീൻ ദയാൽ അന്ത്യോദയ യോജനയുടെ ഒരു സബ് സ്കീമാണ്. സ്ത്രീകളുടെ അന്തസ് വർദ്ധിപ്പിക്കുക, ഒപ്പം തന്നെ അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കുക. മഹിളയെ കിസാനായിട്ട് ഐഡന്റിഫൈ ചെയ്യും. അഗ്രോ എക്കോളജിക്കലി സസ്റ്റൈനബിൾ പ്രാക്ടീസസ് പ്രൊമോട്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഉദ്ദേശം. 60% ഓഫ് ദ ഫണ്ടിങ് സപ്പോർട്ട് ഫോർ വിച്ച് പ്രൊജക്ട്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ്. നിപുൺ ഭാരത് സ്കീം. നിപുൺ എന്നുള്ളത് യൂണിയൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ ഒരു സ്കീമാണ്. ഇത് ഒരു പക്ഷേ പ്രിലിമിനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സ്കീമാണ്, ഗവൺമെന്റ് സ്കീമുകളിൽ തന്നെ. അപ്പോൾ ഇതൊരു ഈ സ്കീമിന്റെ പ്രത്യേകത എന്താണ്? ഈ സ്കീമിന്റെ പ്രത്യേകത, നിപുൺ എന്ന് പറഞ്ഞ നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ പ്രൊഫഷൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ന്യൂമറസി. അതായത് ലാംഗ്വേജ് സ്കിൽസ് വർദ്ധിപ്പിക്കുക, ബേസിക് മാത്സ് സ്കിൽസ് വർദ്ധിപ്പിക്കുക. ഇതാണ് ഈ സ്കീമിന്റെ ഒരു ഉദ്ദേശം. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ സ്കീമാണ്. സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. It has been envisioned for ensuring that every child in the country necessarily attains foundational literacy and numeracy
by the end of grade 3 by 2026 and 27. It will cover the learning needs of children in the age group of 3 to 9 years. Age group ശ്രദ്ധിക്കുക, ഫൗണ്ടേഷണൽ ലിറ്ററസി തന്നെ അവർക്ക് എന്ത് വേണം? ബൈ ദ എൻഡ് ഓഫ് ഗ്രേഡ് 3, 3ാം ക്ലാസ് ആകുമ്പോഴേക്കും സ്ട്രോങ് ആയിട്ട് റീഡിങ് സ്കിൽസും ന്യൂമറിക്കൽ സ്കിൽസും വേണം. നിങ്ങളിത് ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു പോരായ്മയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടാണ് പല കുട്ടികൾക്കും ലാംഗ്വേജ് ഡിഫിക്കൽട്ട് ആവുന്ന, അല്ലെ മാത്സ് ഡിഫിക്കൽട്ട് ആവുന്നതിന് കാര്യം എന്താണ്? നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവും? What is the basic reason? എന്താണ് റീസൺ? സിവിൽ സർവീസ് ആസ്പിറൻസ് അനലിറ്റിക്കൽ സ്കിൽ ഉള്ളവരാണ്. നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, നിങ്ങൾ വിലയിരുത്തുക. എന്താണ് പല കുട്ടികൾക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്? ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാത്തത് കൊണ്ടല്ലേ സർ? കറക്റ്റ് ആയിട്ടൊരു ബേസ് ഫോം ചെയ്യാത്തത്. റഹിമ പറഞ്ഞത് കറക്റ്റ് ആണ്. ഒരു സ്ട്രോങ് ബേസ് അവർക്ക് ആ പ്രായത്തിൽ കിട്ടുന്നില്ല. ഒരു സ്ട്രോങ് ബേസ് കൊടുക്കുക എഡ്യൂക്കേഷനിൽ. അതാണ് APJ അബ്ദുൽ കലാം പറഞ്ഞത്, ചെറിയ ക്ലാസ്സിലാണ് ഏറ്റവും നല്ല അധ്യാപകരെ നമുക്ക് വേണ്ടത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വാട്ട് ഈസ് മങ്കി ബി വൈറസ്? ഫസ്റ്റ് ഹ്യൂമൻ ഇൻഫെക്ഷൻ കേസ് മങ്കി ബി വൈറസിൻ്റെത് ചൈന റിപ്പോർട്ട് ചെയ്തു. 1932 ഐഡന്റിഫൈ ചെയ്തതാണ്. 50 ആളുകളെ 2020 ആയപ്പോഴേക്കും അഫക്ട് ചെയ്തു. ആൽഫ ഹെർ വൈറസ് എൻസൂട്ടിക് ഇൻ മാർക്കോസ് ഓഫ് ദി ജനസ് മക്കാക്ക, കാക്ക കുരങ്ങുകളിൽ ഉള്ള വൈറസ് ആണ്. ബി വൈറസ് is the only identified old world monkey Hepsavirus that displays severe pathogenicity in humans. ആളുകളിൽ രോഗം ഉണ്ടാക്കുന്ന ഒരു വൈറസ്. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഉന്നത് കൃഷി ശിക്ഷാ യോജന 108 ട്രെയിനിങ് പ്രോഗ്രാംസ് 24 സ്റ്റേറ്റ്സിൽ ഈ സ്കീം വഴിയായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ കൃഷി ശിക്ഷാ യോജന. ഉദ്ദേശം എന്താണ്? സ്കീം വാസ് ലോഞ്ച്ഡ് ഇൻ 2016 to develop human resource in organic farming, natural farming and cow-based economy for environmental sustenance and soil health, implemented by the education wing of the Indian Council of Agricultural Research. Village level skilled human resource ഉണ്ടാക്കുക, ഓർഗാനിക് ഫാമിംഗ്, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. പലപ്പോഴും നമ്മളൊരു സയന്റിഫിക് വേയിലാണോ നമ്മൾ അഗ്രികൾച്ചർ ചെയ്യുന്നത്? പലപ്പോഴും ആണോ? അല്ല. അപ്പൊ ഒരു സയന്റിഫിക് വേയില് നമ്മൾ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് കൊണ്ടുവരണമെങ്കിൽ അതിന് പറ്റുന്ന ഒരു റിസോഴ്സസ് നമ്മൾ ബിൽഡ് ചെയ്യണം. Then, to extend other activities of this yojana at the village level, they are established centers. Topic number 85. Revamped distribution sector scheme for better operations and financial sustainability of all DISCOMs. Union Cabinet approved the scheme. Reforms based on results linked scheme. Improve the operational efficiencies and financial sustainability of all DISCOMs, power departments, excluding private sector DISCOMs. The scheme envisages the provision of conditional financial assistance to DISCOMs for strengthening supply infrastructure. Assistance will be based on meeting pre-qualifying criteria. The scheme involves a compulsory smart metering ecosystem across distribution sector, starting from electricity feeders to the consumer level. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ബെറ്റർ ഓപ്പറേഷൻസിനും ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. പവർ ഡിപ്പാർട്ട്മെന്റ്സ് ഇലക്ട്രിസിറ്റി സപ്ലൈ ഫാർമേഴ്സിൽ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. ആൻഡ് പ്രൊവൈഡിങ് ഡേ ടൈം ഇലക്ട്രിസിറ്റി ടു ദം ടു സോളാറൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഫീൽഡ്സ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇപ്പൊ ഈ അഗ്രികൾച്ചറൽ ഫീൽഡുകളിലൊക്കെ സോളാർ പവർ ഒക്കെ ഇപ്പൊ വരുന്നുണ്ട് അല്ലെ, പുതുതായിട്ട് വരുന്നു. അടുത്തൊരു ടോപ്പിക്ക് ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പ്രൊജക്ടിനെ കുറിച്ചാണ്. ലഡാക്കിൽ വന്നതാണ്. NTPCയുടെ ഒരു സ്കീമാണ്. ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പാർക്ക് ലഡാക്കിൽ വരികയാണ്.
ഇത് 100% സബ്സിഡിയറി ആണ്. NTPC റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് എന്ന് പറയും. എന്താ ചെയ്യാൻ പോകുന്നത്? ഹൈഡ്രജൻ വെൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഇലക്ട്രോലിസിസ് യൂസിങ് റിന്യൂവബിൾ എനർജി ഈസ് നോൺ ആസ് ഗ്രീൻ ഹൈഡ്രജൻ വിച്ച് ഹാസ് നോ കാർബൺ ഫുട് പ്രിന്റ്. നമ്മൾ നേരത്തെയും എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പത്തെ ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലും കണ്ടതാണ്. ഈ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് വെച്ചാൽ അതിന് അത് ഈ അറ്റ്മോസ്ഫിയറിനെ ബാധിക്കുന്ന പൊല്യൂഷൻ ഒന്നും തന്നെ ഇല്ല. അപ്പൊ അതാണൊരു ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടു. That is used to hydrogen that is in use today is produced using fossil fuels, which is the primary source. Organic materials such as fossil fuels and biomass are used for releasing hydrogen through chemical processes. അങ്ങനെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഗ്രീൻ ഹൈഡ്രജൻ എനർജി ഇന്ത്യയുടെ അത് ഗ്രേ ഹൈഡ്രജനും ബ്ലൂ ഹൈഡ്രജനും അല്ലേ? അങ്ങനെ ഫോസിൽ ഫ്യൂവൽസ് വെച്ച് അതെ. ഗ്രീൻ ഹൈഡ്രജനിലേക്ക് വരുമ്പോ ഗ്രീൻ ഹൈഡ്രജനില് എന്താണ്? റിന്യൂവബിൾ. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത്തരത്തിലുള്ളത്, ഈ ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ വെച്ചിട്ടുള്ളത്. പക്ഷെ ഗ്രീൻ ഹൈഡ്രജനിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ഗുണം, അതിൽ നമുക്കൊരു എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. നമ്മൾ ഇതേ ടോപ്പിക് ഒരു 2-3 ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ്. ആ ഗ്രീൻ ഹൈഡ്രജൻ മിഷനെ കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ 2-3 ദിവസം മുമ്പ് ഉള്ള ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇതൊരു എനർജി സ്റ്റോറേജ് ഓപ്ഷൻ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്യൂച്ചറിലേക്കൊക്കെ ഇത് ഒരു ഫ്യൂച്ചർ എനർജി സോഴ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഗ്രീൻ ഹൈഡ്രജൻ. എന്താണ് ഈ ഗ്രീൻ ഹൈഡ്രജന്റെ ഉപയോഗം? റെയിൽവേസിൽ യൂസ് ചെയ്യാം, ലാർജ് ഷിപ്സിൽ യൂസ് ചെയ്യാം, ബസ്സസിലും ട്രക്സിലും യൂസ് ചെയ്യാം. അപ്പോൾ green chemicals like ammonia and methanol can directly be utilized in existing applications like fertilizers, mobility, power, chemicals, shipping. പല മേഖലകളിലാണ്. അതുപോലെ ഗ്രീൻ ഹൈഡ്രജൻ ബ്ലെൻഡിങ് പറ്റും. up to 10% be adopted CGD networks to gain widespread acceptance. അടുത്ത ഉഡാൻ എന്ന് പറയുന്ന ഒരു സ്കീമാണ്. ഉഡാൻ 2 സ്കീമുണ്ട്. ഉഡാൻ എന്ന് പറയുന്ന ഒരു സ്കീം എന്ന് പറയുന്നത് മൈനോറിറ്റിയിൽപ്പെട്ട കുട്ടികൾക്ക് പ്രിലിമിനറി പാസ്സായാൽ ഗവൺമെന്റ് 1 ലക്ഷം രൂപ സ്കോളർഷിപ്പ് കൊടുക്കും, സെൻട്രൽ ഗവൺമെന്റ്. ആ ഒരു സ്കീമിന്റെ പേര് ഉഡാൻ തന്നെയാണ്. ഇനി ഈ സ്കീം എന്താണ്? സ്മോൾ സിറ്റീസിനെ മെട്രോസുമായിട്ട് കണക്ട് ചെയ്യുന്ന ന്യൂ ഫ്ലൈറ്റ്സ് വരികയാണ്. അത് നല്ലൊരു കാര്യമാണ് അല്ലേ? ഇപ്പൊ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു എയർപോർട്ട്സ് ഉണ്ട് എല്ലാ സ്ഥലത്തും. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? എക്കോണമി ബൂം ചെയ്യും, ആളുകൾക്ക് പെട്ടെന്ന് അഫോർഡബിൾ ഫ്ലൈറ്റ്സ് കിട്ടും, പെട്ടെന്ന് കണക്ടിവിറ്റി ഉണ്ടാവും. ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ ആവശ്യമില്ല, ചെറിയ ഫ്ലൈറ്റ്സാ പോകുന്നത്, വലിയ ഫ്ലൈറ്റ് ഒന്നും അല്ല. ഒരു 30-45 സീറ്റുള്ള ഫ്ലൈറ്റ്സ് ഒക്കെ ആയിരിക്കും അവിടെ കൂടുതൽ പറക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്കീം വരികയാണ്. അപ്പൊ ഏതാണ് 100 unserved and underserved airports and start at least 1000 air routes under regional connectivity scheme. ഉഡേ ദേശ് കാ ആം നാഗരിക് എന്നാണ് ഉഡാൻ സ്കീമിന്റെ പേര്. നാഷണൽ ഏവിയേഷൻ പോളിസി പ്രകാരമുള്ള ഒരു സംഗതിയാണ്. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റുമാണ് ഫണ്ട് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കേരളത്തിൽ എവിടെയൊക്കെ എയർപോർട്ടില്? തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ. അതെ. പക്ഷെ ഈ കോട്ടയവും അല്ലെ തിരുവല്ല ഒക്കെ NRI പോപ്പുലേഷനും ഒക്കെ ഒത്തിരി ഉള്ളത്. അവിടെയൊക്കെ ചെറിയ ചെറിയ എയർപോർട്ടിനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ശബരിമല വരാൻ പോയതാണല്ലോ, അതിപ്പോ പെർമിഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അതെ. അല്ല, പക്ഷെ ഞാൻ പറഞ്ഞത് പല സ്ഥലങ്ങളിലും അല്ലെ വേറൊരു സ്ഥലത്ത് കണ്ടെത്തുകയാണെങ്കിൽ ചെറിയ എയർപോർട്ടുകൾ വരുന്ന കണക്ടിവിറ്റിക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം നോർത്ത് ഈസ്റ്റേൺ റീജിയൻ കണക്ടിവിറ്റി കുറവാണ്, ഹില്ലി സ്റ്റേറ്റ്സ്, ഐലൻഡ്സ് കണക്ടിവിറ്റി കുറവാണ്. അങ്ങോട്ടേക്കൊക്കെ കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനമാണ്. ആഫ്റ്റർ സിംഗപ്പൂർ, ഭൂട്ടാൻ adopts India's BHIM UPI. Bhutan has become the first country to adopt India's Unified Payment Interface UPI.
ഞാൻ കഴിഞ്ഞ ദിവസം നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു. കുറച്ച് പേര് ചെയ്തു, അധികം പേര് ചെയ്തിട്ടില്ല. ചെയ്തവരെ ഒന്ന് വാട്സപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. സോ എന്താണ്, നമ്മളൊരു QR കോഡ് വെച്ച് പേയ്മെന്റ് ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. It is also the second country after Singapore to have BHIM UPI acceptance at merchant locations. Bhutan will become the only country to both issue and accept Rupiah cards as well as accept BHIM UPI. Rupiah card അവർ accept ചെയ്യും Bhutan. Bharat Interface for Money is India's digital payment application. BHIM. BHIM എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. It works through UPI, a system that powers multiple bank accounts into a single mobile application. Developed by National Payments Corporation of India. Allows real-time fund transfer. Launched in December 2016. What is UV technology? Ultraviolet C, UVC disinfection technology will soon be installed in Parliament for the mitigation of airborne transmission of SARS-CoV-2. നമുക്കറിയാം പാർലമെന്റേറിയൻസ് പലരും above 60 ഏജ് ഉള്ള ആളുകളാണ്. അപ്പൊ അവിടെ ഈ ഒരു UVC എയർ ഡക്ട് ഡിസിൻഫെക്ഷൻ സിസ്റ്റം ഡെവലപ്ഡ് ബൈ CSIR CSIO, സെൻട്രൽ സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സ് ഓർഗനൈസേഷൻ. അവിടെ ഈ UV റേഡിയേഷന്റെ പ്രത്യേകത എന്താണ്? UV radiation is the portion of the electromagnetic spectrum between X-rays and visible light. Most common form of UV radiation is sunlight, which produces three main types of UV rays. UVA, UVB, UVC. UVA rays in wavelength കൂടുതലായിരിക്കും. All UVC and some UVB rays are absorbed by Earth's ozone layer. So most of the UV rays you come in contact are UVA with a small amount of UVB. UV radiations are normally used to kill microorganisms, particularly UVC, also known as ultraviolet germicidal irradiation, is a disinfection method that uses short wavelength ultraviolet light. A short wavelength എന്നൊക്കെയുള്ള പ്രധാനമാണ്, കീ ടൈമാണ്, പ്രിലിമിനറി ഒക്കെ സബ് ഓപ്ഷൻസ് ആയിട്ട് വരാം. Or inactive microorganisms kill erase by destroying their nucleic acid and disrupting their DNA, leaving them unable to perform vital cellular functions and stop their application. The food, air, water disinfection use ചെയ്യാറുണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്ത ഗഗന്യൻ. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നിങ്ങളോട് പ്രിലിംസിന്റെ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഒന്ന് ഡൗൺലോഡ് ചെയ്യണമെന്ന്. തുടങ്ങിയോ? അത് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തോ? ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി അയക്കാൻ പറഞ്ഞു. കുറച്ച് പേരെ അയച്ചുള്ളൂ, ബാക്കിയുള്ളവരെ അയച്ചില്ല. പിന്നെ ഞാനത് അയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വെറുതെ 150 മാർക്ക് 170 മാർക്ക് എന്നൊന്നും എഴുതരുത്. നിങ്ങൾ ആ പ്രീവിയസ് ഇയേഴ്സിൽ ടോപ്പേഴ്സിന്റെ മാർക്കും ഒക്കെ നോക്കുക. നമ്മളിപ്പോ ഓപ്ഷണലിന് കിട്ടുന്ന പോലെ മാർക്ക് GS കിട്ടത്തില്ല. അപ്പൊ ചിലരൊക്കെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറുടെ മാർക്കിനേക്കാൾ 50-100 മാർക്ക് കൂടുതലാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ എഴുതാൻ പാടില്ല. നിങ്ങൾ ലോജിക്കലായിട്ട് ലാസ്റ്റത്തെ റിസൾട്ടുകൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം ആക്ടിവിറ്റി ചെയ്യാൻ, കേട്ടോ. Gangaya. Indian Space Research Organization is planning to launch the first uncrewed mission in December as part of the human spacecraft program Gaganyaan. It is facing challenges due to adverse impact of COVID-19 induced lockdowns that has disrupted hardware delivery schedules. As part of the mandate of Gaganyaan, 2 uncrewed flights are planned to test the end-to-end capacity for the manned mission. When was it announced? Formal announcement of the Gaganyaan program was made by Prime Minister Narendra Modi during his Independence Day address on 2018. The initial target was to launch the human space flight before the 75th anniversary of India's independence on August 15, 2022. നമ്മുടെ ഒരു ഹ്യൂമൻസിനെ to send humans to low Earth orbit on board an Indian launch vehicle and bring them back to Earth safely. അപ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ ഒരു capability
അത് പ്രൂവ് ചെയ്യുകയാണ് ഇതിന്റെ ഒരു ഉദ്ദേശം. ISROയുടെ ഹെവി ലിഫ്റ്റ് ലോഞ്ചർ GSLV MK3 has been identified for the mission. ആദ്യത്തെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ 2022 ഓഗസ്റ്റ് 15 ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ലോഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇപ്പൊ ഈ കോവിഡ് ഒക്കെ മൂലം അത് നടന്നില്ല. ഇപ്പൊ ഉള്ള നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഡിസംബറിൽ പ്ലാൻ ചെയ്യുന്നത് അൺക്രൂഡ് മിഷൻ in December as part of the human space flight program. അപ്പോ നമ്മുടെ മിഷനിൽ ഒരു വുമണിനെ പറഞ്ഞയക്കണം എന്നുള്ളതില്ലല്ലോ. അത് നിർബന്ധമില്ലല്ലോ അങ്ങനെ. അല്ല, വേറൊരു കൺട്രിയുടെ അത് കണ്ടായിരുന്നു, ഒരു വുമണിനെ US എന്നുള്ളതിനകത്തൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾക്ക് അങ്ങനെ ഇല്ലല്ലോ, വന്നിട്ടില്ലല്ലോ. അങ്ങനെ വന്നിട്ടില്ല. കേപ്പബിൾ ആയിട്ട് ആൾക്കാരും ഒക്കെ വേണം. പിന്നെ ഓരോരോ വ്യൂസ് ഡിഫറെന്റ് അല്ലേ, ഓരോ കൺട്രീസിന്റെ വ്യൂസ് ഒക്കെ വ്യത്യസ്തതയുണ്ടല്ലോ. അടുത്ത യൂണിറ്റി 22 മിഷൻ. ഇതെന്താണ്? വെർജിൻ ഗാലക്റ്റിക്സിന്റെ റോക്കറ്റ് പവേർഡ് ടെസ്റ്റ് ഫ്ലൈറ്റ് ആണ് സ്പേസ് ഷിപ്പ് VSS യൂണിറ്റി. വെർജിൻ ഗാലക്റ്റിക്സ് നിങ്ങൾക്കറിയാം ആരുടെയാണ്? റിച്ചാർഡ് ബ്രാൻസന്റെ കമ്പനിയാണ് അല്ലേ. As part of the mission, the crew will be flying the edge of space on July 11. Unity rocket ship developed by Virgin Galactic. ഇത് 22nd മിഷനാണ് VSS യൂണിറ്റി എന്ന് പറയുന്നത്. അത് 4th ക്രൂഡ് സ്പേസ് ഫ്ലൈറ്റ്. നാസയുടെ കാസിനി സ്പേസ് ക്രാഫ്റ്റ് അത് കുറച്ച് ഡിസ്കവറീസ് നടത്തി. in the moons of Saturn. Titan has methane in its atmosphere. അതാണ് ഒരു കണ്ടുപിടുത്തം. 2, Enceladus has a liquid ocean with erupting plumes of gas and water. Researchers have concluded that there may be unknown methane producing processes on Enceladus that await discovery. Methane producing organisms on Earth. Most of the methane on Earth has a biological origin. Microorganisms called methanogens are capable of generating methane as a metabolic byproduct. They do not require oxygen to live and are widely distributed in nature. Methanogens are found in swamps, dead or organic matter, and even in human gut. They are also known as survive in high temperatures, and simulation studies have shown that they can live in Martian conditions. How else methane can be produced on Enceladus? Methane could be formed by chemical breakdown of organic matter present in Enceladus core. അപ്പോൾ മീഥേൻ അറ്റ്മോസ്ഫിയറിൽ, ടൈറ്റന്റെ അറ്റ്മോസ്ഫിയറിൽ ഈ കാസിനി സ്പേസ് ക്രാഫ്റ്റ് മിഷനിൽ കണ്ടുപിടിച്ചു. കാസിനി മിഷൻ 97 ലോഞ്ച് ചെയ്തതാണ്. ESA യൂറോപ്യൻ സ്പേസ് ഏജൻസി ഉണ്ട്, ഇറ്റാലിയൻ സ്പേസ് ഏജൻസി ഉണ്ട്, നാസയുണ്ട്. ഔട്ടർ സോളാർ സിസ്റ്റത്തിൽ ലാൻഡ് ചെയ്യുന്ന ഫസ്റ്റ് ലാൻഡിങ് എവർ അക്കംപ്ലിഷ്ഡ് ഇൻ ദ ഔട്ടർ സോളാർ സിസ്റ്റം ഈ മിഷൻ വഴിയാണ് അത് നടക്കുന്നത്. കാസിനി എന്ന് പറയുന്ന 4th സ്പേസ് പ്രോബാണ്. സാറ്റേൺ വിസിറ്റ് ചെയ്യുന്നു. ഡിസൈൻ ഇൻക്ലൂഡ്സ് എ സാറ്റേൺ ഓർബിറ്റർ and a lander for the moon Titan. The lander called Huygens. അത് ടൈറ്റാനിൽ 2005 ലാൻഡ് ചെയ്തു. VSS യൂണിറ്റി സ്പേസ് ഷിപ്പ് suborbital flight. VSS യൂണിറ്റി സ്പേസ് ഷിപ്പ് with 6 people on board recently took off from New Mexico and reached an altitude of 85 kilometers from Earth before returning. Such a trip is called a suborbital flight. ഇത് വിർജിൻ അറ്റ്ലാന്റിക്കിന്റെ നിങ്ങൾ ഈയിടെ പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ല? പ്രൈവറ്റ് ആൾക്കാരെയും കൊണ്ട് അല്ല സ്പേസ് ടൂറിസ്റ്റുകളെയും കൊണ്ടൊക്കെ പോകുന്നു. Satellites need to reach threshold speed in order to orbit Earth. If an object travels a horizontal speed of about 28,000 kilometers per hour or more, it goes into orbit once it is above the atmosphere.
നാസയുടെ മറ്റൊരു മിഷനെ കുറിച്ച് നമ്മൾ ഹൈപ്പർ മിഷൻ. ചിലർക്ക് ഈ സയൻസ് റിലേറ്റഡ് ഒക്കെ കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല, കുറെ ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും. സയൻസ് ആൻഡ് ടെക്കിന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ മനസ്സിലാവും. ഈ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്. മിഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നാസയുടെ ഒരു മിഷൻ പോളാർ എക്സ്പ്ലോറേഷൻ റോവർ അല്ലെങ്കിൽ വൈപ്പ് 2023 ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഹ്യൂമൻ ലൈഫ് അവിടെ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അതായത് ഈ ഭൂമിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദോഷം സംഭവിച്ചാൽ മറ്റ് ഗോളങ്ങളിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ശാസ്ത്രലോകം ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പോസിബിലിറ്റി ഉണ്ടല്ലേ, ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഭൂമിയിൽ ഉണ്ടാവാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. വൈപ്പർ is a mobile robot. It is the first resource mapping mission on any other celestial body. NASA's commercial lunar payload services will be providing the launch vehicle and lander for what's going to be a 100-day mission. ഇതിന്റെ ഉദ്ദേശം എന്താണ്? മൂണിന്റെ സൗത്ത് പോൾ റീജിയൻ എക്സ്പ്ലോർ ചെയ്യും. Hubble telescope. NASA was able to successfully switch to a backup computer on the Hubble Observatory. കുറച്ച് ദിവസത്തെ കമ്പ്യൂട്ടർ പ്രോബ്ലംസിന് ശേഷം Hubble shut down June 13 after payload computer from 1980s that handles the telescope science instrument suffered a glitch. Hubble telescope എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജ് ടെലിസ്കോപ്പ് ആണ്, സ്പേസിലുള്ളത്. നാസയാണ് ഇത് ലോഞ്ച് ചെയ്തത് 90. USA സ്പേസ് ഏജൻസിയായ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സപ്പോർട്ടോടു കൂടിയാണ് ചെയ്തത്. So Hubble Space Telescope makes one orbit around the Earth every 95 minutes. Achievements. It has helped in discovering the moons around Pluto. Evidence regarding the existence of black holes has emerged based on the observations through Hubble. The birth of stars through turbulent clouds of gas and dust have also been observed. Hubble telescope made observations of 6 galaxies merging together. ഒബ്സർവേഷന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ടെലിസ്കോപ്പാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കുക. ചൈനയുടെ സൂറോങ് മാസ് റോവർ ചൈന വിക്ഷേപിച്ചതാണ്. മാസ് അത് 509 മീറ്റേഴ്സ് റോവർ, അതിലൂടെ അത് പോയി. സൂറോങ് റോവർ റെഡ് പ്ലാനറ്റില് 63 ദിവസം മാർഷ്യൻ ഡേയ്സ് വർക്ക് ചെയ്തു. മാർഷ്യൻ ഡേ എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ഡേ ഒക്കെ 40 മിനിറ്റ് കൂടുതലാണ്. ചൈനയുടെ ടിയാൻവൻ 1 മിഷൻ അതിന്റെ ഭാഗമാണ്. കൺസിസ്റ്റിംഗ് ഓഫ് an orbiter, a lander and a rover was launched on July 23, 2020. The lander carries the rover landed in the southern part of Utopia Planitia, a vast plain of the northern hemisphere of Mars. ഈ റോവറിന്റെ പിന്നിലുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണ്? 5 കോർ സയൻസ് ഒബ്ജക്റ്റീവ്സ്. ഒന്ന്, മാസിന്റെ ഒരു ജിയോളജിക്കൽ മാപ്പ് ഉണ്ടാക്കുക. 2, അവിടുത്തെ സോയിൽ പഠിക്കുക. 3, മെറ്റീരിയൽ കോമ്പോസിഷൻ പഠിക്കുക. 4, ക്ലൈമറ്റും സർഫസിനെ കുറിച്ചും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. 5, അണ്ടർസ്റ്റാൻഡ് ദ ഇലക്ട്രോമാഗ്നറ്റിക് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്സ് ഓഫ് ദ പ്ലാനറ്റ്. അടുത്ത് നെക്സ്റ്റ് വൺ ഇസ് 97. നാസാസ് ന്യൂ സ്പേസ് ക്രാഫ്റ്റ് NES Scout. NES Scout is one of the several payloads that will hitch a ride on Artemis 1, which is expected to be launched in November. നവംബറിൽ ലോഞ്ച് ചെയ്യുന്ന പുതിയ നാസയുടെ സ്പേസ് ക്രാഫ്റ്റ് ആണ് ആർട്ടമിസ് 1 എന്നറിയപ്പെടുന്നത്. It is uncrewed test flight of the Orion spacecraft and SLS rocket. Under Artemis program, NASA has aimed to land the first woman on moon in 2024 and to establish sustainable lunar exploration program by 2030. ന്യൂ ഷെപ്പേർഡ് റോക്കറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? ആമസോണിന്റെ CEO ജെഫ് ബെസോസ്, അദ്ദേഹവും സ്പേസിൽ പോയി അല്ലേ? ബ്ലൂ ഒറിജിൻസ് ന്യൂ ഷെപ്പേർഡ് സ്പേസ് ക്രാഫ്റ്റിലാണ് പോയത്. അദ്ദേഹത്തിന്റെ ബ്രദർ മാർക്ക് ബെസോസ് ഉണ്ടായിരുന്നു.
വാലി ഫ്രാങ്ക് ഉണ്ടായിരുന്നു. അതുപോലെ 18 വയസ്സുള്ള ഒലിവ് ഡേമാൻ ഉണ്ടായിരുന്നു. ഈ മിഷന്റെ പ്രത്യേകത എന്താണ്? 3 to 4 minutes of zero gravity and traveled above the Kármán line. അപ്പൊ മിക്കവാറും UPSC ചോദ്യം ചോദിക്കുന്ന ഈ കാർമൻ ലൈൻ എന്താണെന്നുള്ളതാണ്. നമ്മൾ ഈ കാർമൻ ലൈനിന്റെ മേളിൽ പോയി കഴിഞ്ഞാലാണ് ഇത് സ്പേസ് ആയിട്ട് അംഗീകരിക്കുക. അപ്പൊ കാർമൻ ലൈൻ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അതിന് മേളിൽ ട്രാവൽ ചെയ്താൽ മാത്രമേ സ്പേസ് ആയിട്ട് അംഗീകരിക്കത്തുള്ളൂ എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അപ്പൊ പ്രധാനപ്പെട്ടതാണ്. ഇറ്റ് ഈസ് എ റോക്കറ്റ് സിസ്റ്റം മെന്റ് ടു ടേക്ക് ടൂറിസ്റ്റ് ഇൻ ടു ദ സ്പേസ് സക്സസ്ഫുള്ളി. ഇതാണ് ഈ ന്യൂ ഷെപ്പേർഡ് എന്ന് പറയുന്നത്. ബ്ലൂ ഒറിജിൻ ആണ് ഡെവലപ്പ് ചെയ്തത്. ഇത് അലൻ ഷെപ്പേർഡ് എന്ന് പറയുന്ന ഫസ്റ്റ് അമേരിക്കൻ ടു ഗോ ടു സ്പേസ്, അദ്ദേഹത്തിന്റെ പേരിലാണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഓഫേഴ്സ് ഫ്ലൈറ്റ്സ് ടു സ്പേസ് ഓവർ 100 kilometers above the earth. മിഷന്റെ ഉദ്ദേശം എന്താണ്? കാർമൻ ലൈനിന് മുകളിൽ ആളുകളെ എത്തിക്കുക, റിസർച്ച് പർപ്പസിനും മറ്റുമൊക്കെ ആയിട്ട്. സോ കോസ്റ്റ് എഫക്റ്റീവ് ആക്സസ് ആണ് ഇതുവഴിയായിട്ട് സ്പേസിലേക്ക് കിട്ടും. 99 ജൂപ്പിറ്ററിന്റെ എക്സ്റേ അറോറയുടെ മിസ്റ്ററി നാസ സോൾവ് ചെയ്തു. Jupiter has auroras near both its poles, which emit X-rays. However, scientists were puzzled about the reason behind these X-ray emissions. Now, combining data from Juno mission and European Space Agency's XMM Newton mission. What is the reason behind this phenomenon? Auroras are caused by ions crashing into Jupiter's atmosphere. These ions are surfing the electromagnetic waves in Jupiter's magnetic field to enter into planet's atmosphere. Juno mission എന്താണ്? 2011 ലോഞ്ച് ചെയ്തതാണ്. ജൂപ്പിറ്ററിന്റെ കോമ്പോസിഷനും ഇവാലുവേഷനും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ്. നൗക്ക എന്ന് വെച്ചാൽ എന്താണ്? ബൈക്കണൂർ കോസ്മോഡ്രോം കസാക്കിസ്ഥാനിൽ, അവിടുന്ന് റഷ്യ അയച്ച ഒരു പ്രോട്ടോൺ റോക്കറ്റ് വെച്ച് അയച്ച ഇതാണ് നൗക്ക എന്നറിയപ്പെടുന്നത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് നൗക്ക എന്ന് പറഞ്ഞ സയൻസ് എന്നാണ്. ബിഗ്ഗസ്റ്റ് സ്പേസ് ലബോറട്ടറി റഷ്യ ഹാസ് ലോഞ്ച് ടു ഡേറ്റ്. It will replace PERS, Russian module on International Space Station, used as a docking port for spacecraft and as a door for cosmonauts to go out on spacewalks. Nauka will serve the country's main research facility. International Space Station റഷ്യയുടെ റിസർച്ച് ഫെസിലിറ്റി മാനേജ് ചെയ്യാൻ പോകുന്നത് നൗക്ക എന്ന് പറയുന്ന സ്റ്റേഷനായിരിക്കും. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. റീസെന്റ് ദ ട്രൈബൽ വില്ലേജ് നിച്ചാല മാണ്ഡവ, ഉദയ്പൂർ, രാജസ്ഥാനിൽ, അവിടെ ഒരു പ്രൊജക്ട് ലോഞ്ച് ചെയ്തു, പ്രൊജക്ട് ബോൾഡ്. അവിടെ അവർ ചെയ്തത് 5000 സാപ്ലിങ്സ്, സ്പെഷ്യൽ ബാംബു സ്പീഷീസ്, ബാംബു തുസ്ഡ ആൻഡ് ബാംബു പോളിമോർഫ പ്ലാന്റ് ചെയ്തു. വേക്കന്റ് ആയിട്ടുള്ള അരിഡ് ഗ്രാമപഞ്ചായത്ത് ലാൻഡ്. അങ്ങനെ ഹയസ്റ്റ് നമ്പർ ഓഫ് ബാംബു സാപ്ലിങ്സ് സിംഗിൾ ഡേയിൽ സിംഗിൾ ലൊക്കേഷനിൽ ക്രിയേറ്റ് ചെയ്യുന്ന വേൾഡ് റെക്കോർഡ് അവർക്ക് കിട്ടി. ബോൾഡ് എന്ന് വെച്ചാൽ ബാംബു ഒയാസിസ് ഓൺ ലാൻഡ്സ് ഇൻ ഡ്രോട്ട് എന്നുള്ളത് നിങ്ങൾക്ക് കേസ് സ്റ്റഡി ആയിട്ട് കൊണ്ടുവരാം. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ് ഇത് കൊണ്ടുവന്നത്. ഖാദി ഗാംബു ഫെസ്റ്റിവലിലുണ്ട്, സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ബാംബൂസ് ഗ്രോ വെരി ഫാസ്റ്റ് in about 3 years' time. They could be harvested. Bamboos are also known for conserving water and reducing evaporation of water from the land surface. അപ്പോൾ ഈ അരിഡ് ഡ്രോട്ട് ഏരിയാസിൽ വെള്ളം നിലനിർത്താൻ ബാംബൂസ് വെച്ച് പിടിപ്പിക്കുന്നത് സഹായിക്കും. അപ്പൊ അതൊരു ഉദാഹരണമായിട്ടൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ടുവരാം. ഫ്ലെക്സ് ഫ്യൂവൽ വെഹിക്കിൾസ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലെക്സിബിൾ ഫ്യൂവൽ വെഹിക്കിൾസ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലെക്സിബിൾ ഫ്യൂവൽ വെഹിക്കിൾസ് എന്ന് വെച്ചാൽ യൂണിയൻ ഗവൺമെന്റ് വിൽ ഇഷ്യൂ ന്യൂ ഗൈഡ് ലൈൻസ്. ഇവിടെ ഗൈഡ് ലൈൻസ് വിൽ സ്പെസിഫൈ എൻജിൻ കോൺഫിഗറേഷൻ ആൻഡ് അതർ ചേഞ്ചസ് റിക്വയർഡ് ഇൻ എ വെഹിക്കിൾസ് ടു കൺഫേം സ്റ്റിപ്പുലേറ്റഡ് ചേഞ്ചസ് ഓൺ ഫ്യൂവൽ മിക്സ്. FFV is a modified version of vehicles that could run on both gasoline and doped petrol with different levels of ethanol blends.
രണ്ടിലും ഓടും. ചിലപ്പോ ഗ്യാസിലോടും, ചിലപ്പോ ഡോപ്ഡ് പെട്രോളിലോടും. നമ്മളിപ്പോ ജൂലൈയിലെ കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഓഗസ്റ്റിലേക്ക് കൂടെ എത്തുകയാണ്. അപ്പൊ ഈ പ്രിലിമിന് ഏകദേശം ഓഗസ്റ്റേ വരത്തുള്ളൂ. അടുത്ത വർഷത്തെ പ്രിലിമിന് 2022 നിങ്ങൾ ജൂൺ തൊട്ടുള്ളത് കറണ്ട് അഫയേഴ്സ് നോക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്ന അതാണ്, ആ ബേസ് കിട്ടാനാണ് നിങ്ങൾക്ക് ആ ജൂൺ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു പോകും. നമുക്ക് ഈ പുതിയ ഓഗസ്റ്റ് മാസത്തെ കറണ്ട് അഫയേഴ്സ് കൂടെ നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടോ ചോദിക്കാം. പൊതുവായിട്ട് ഡൗട്ടോ കറണ്ട് അഫയേഴ്സോ മനസ്സിലാക്കുന്നതിൽ ഡൗട്ട് ഉണ്ടോ? സാർ ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ രാഹുൽ. എൻഫോഴ്സിംഗ് കോൺട്രാക്ട്സ് പറഞ്ഞിട്ട് ടോപ്പിക് ഉണ്ടായിരുന്നു, 4ാമത്തെ ടോപ്പിക് ആയിരുന്നു ജൂലൈയില്. മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ആണ് നടപ്പിലാക്കുന്നത്. അതെന്താ കൃത്യമായിട്ട് മനസ്സിലായില്ല. ജൂലൈയിലാണോ? അതെ അതെ, ജൂലൈയിൽ 4ാമത്തെ ടോപ്പിക്. ഇത് കഴിയുമ്പോ എടുക്കാം. ഞാൻ ലാസ്റ്റ് നോക്കാം. ലാസ്റ്റ് നോക്കിയിട്ട് പറയാം. ഓക്കെ സാർ. സ്കീം ആയിരുന്നു അത്. അതെ അതെ. ഓക്കെ, നോക്കിയിട്ട് പറയാം. ഓഗസ്റ്റിൽ എടുത്തിട്ട് ലാസ്റ്റ് പറയാം. സ്ക്രീൻ കാണുന്നുണ്ടോ? പുതിയ സ്ക്രീൻ കാണുന്നുണ്ടോ? പഴയ സ്ക്രീൻ പോയിട്ടില്ല. ഓഗസ്റ്റിലേത് വരികയാണ്. ഓഗസ്റ്റില് ഒത്തിരി ടോപ്പിക്സ് ഇല്ല. പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം നോക്കുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ നെസാക്, ആസാം മിസോറാം ബോർഡർ ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി നോർത്ത് ഈസ്റ്റേൺ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ അവരെന്താ ചെയ്യുന്നത്? ടു മാപ്പ് ആൻഡ് ഡിമാർക്കേറ്റ് സ്റ്റേറ്റ് ബൗണ്ടറീസ് യൂസിങ് സാറ്റലൈറ്റ് ഇമേജ്. സാറ്റലൈറ്റ് ഇമേജസ് വെച്ചിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുകയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസും നോർത്ത് ഈസ്റ്റേൺ കൗൺസിലിന്റെയും കൂടി ഒരു ജോയിന്റ് ഇനിഷ്യേറ്റീവ് ആണ്. ഇത് ഷിലോങ്ങിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ബൗണ്ടർ ഡിസ്പ്യൂട്ട് ധാരാളം ഉണ്ട്. അവിടുത്തെ ബൗണ്ടർ ഡിസ്പ്യൂട്ട് നമുക്കൊരു പരിധി വരെ സോൾവ് ചെയ്യാൻ സാധിക്കും. India-China established hotline in North Sikkim. The hotline has been established between Indian Army in Kongra La, സ്ഥലം എവിടെയാണെന്ന് നോക്കുക, നോർത്ത് സിക്കിമിലാണ്, and PLA at Kampha Dong in the Tibet Autonomous Region to further the spirit of trust and cordial relations the border. At present, India and China have 2 military hotlines in eastern Ladakh, Chashul and Dawlatbag Oldi. Hotline എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഫോൺ ലൈൻ ആണ്. സ്പെസിഫിക് പർപ്പസിനായിട്ടാണ്. എമർജൻസീസിൽ അവർക്ക് ഹെഡ്സിന് നേരിട്ട് തമ്മിൽ കോണ്ടാക്ട് ചെയ്യും. അശ്വഗന്ധ, എന്താണ് അശ്വഗന്ധ? The Ministry of Ayush has collaborated with the UK's London School of Hygiene and Tropical Medicines to conduct study on ashwagandha for promoting recovery from COVID-19. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുർവേദിക് മെഡിസിൻ ആണ്. ഇന്ത്യൻ വിന്റർ ചെറി എന്നറിയപ്പെടുന്ന സംഗതിയാണ് അശ്വഗന്ധ. It is traditional Indian herb that boosts energy, reduces stress and makes immune system stronger. It is classified as an adaptogen, which means that it can help the body to manage stress. Stress manage ചെയ്യാനൊരു ബോഡിയെ സഹായിക്കും. സബ് ട്രോപ്പിക്കൽ റീജിയനിലൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പൊ അതൊരു കോവിഡ് മെഡിസിൻ ആയിട്ട് കൂടി ഇത് പറയുന്നുണ്ട്. 20 ഡിഗ്രി മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതുപോലെ റൈസ് എത്ര ഡിഗ്രിയിൽ ടെമ്പറേച്ചറാണ് റൈസിന് ആവശ്യം, ബീറ്റിന് ആവശ്യം, മേജർ വിളകൾ ഏത് ടെമ്പറേച്ചറിലാണ് വളരുന്നത്, ഏത് സോയിലാണ് വളരുന്നത്, അതിനെക്കുറിച്ചുകൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം കേട്ടോ. ഇ-റുപ്പി എന്താണ്? ഇ-റുപ്പി എന്ന് പറയുന്നത് ക്യാഷ്ലെസ് ഡിജിറ്റൽ പേയ്മെന്റ് സൊല്യൂഷൻ ആണ്. കോണ്ടാക്ട്ലെസ് ഇൻസ്ട്രുമെന്റ് ആണ് ഡിജിറ്റൽ പേയ്മെന്റിന് വേണ്ടിയിട്ടുള്ളത്.
ഒരു QR കോഡ് ഉണ്ടാവും. SMS സ്ട്രിംഗ് ബേസ്ഡ് ഈ വൗച്ചർ നമുക്ക് കിട്ടുകയാണ്. അത് ബെനിഫിഷ്യറീസിന് കൊടുക്കുകയാണ്. ചോദ്യമായിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിങ്ങളോട് ഇതിനെക്കുറിച്ച് നോട്ടൊക്കെ തയ്യാറാക്കാൻ ഞാൻ പറഞ്ഞിരുന്നു, പലതും തയ്യാറാക്കിയിരുന്നു. ഇത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസും ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, നാഷണൽ ഹെൽത്ത് അതോറിറ്റി ഇവരൊക്കെയാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഡയറക്ട്ലി സിറ്റിസൺസിന് വെരിഫൈ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് പ്രീപെയ്ഡ് വൗച്ചർ ആണ് കിട്ടുന്നത്. അപ്പൊ അവർക്ക് ബെനിഫിറ്റ്സ് ഒക്കെ, സാധനങ്ങളൊക്കെ ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ ഷോപ്സിലൊന്നും പോകേണ്ട കാര്യം വരുന്നില്ല അല്ലെ. ഒരു ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പ് ആവശ്യമില്ല, വൗച്ചർ ആവശ്യമില്ല. സോറി, വൗച്ചറാണ്, ഇന്റർനെറ്റ് ബാങ്കിങ് ആവശ്യമില്ല. അങ്ങനെയുള്ള സംഭവമൊന്നും വേണ്ടി വൗച്ചർ നമുക്ക് റിഡീം ചെയ്യാം പല സർവീസസിന് വേണ്ടി. കുതിരാൻ ടണൽ എവിടെയാണ്? എവിടെ? ചിലതൊക്കെ നമുക്ക് കേരളമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ വരും അല്ലെ. നല്ല രസമാണ്. ഞാൻ ഇവിടെ എനിക്ക് കോയമ്പത്തൂരിന് പോകണമായിരുന്നു. ഇപ്പൊ ഞാൻ അതിലെ കുതിരാൻ വഴിയാകും തിരിച്ചു വന്ന. കുതിരാൻ, ഇറ്റ്സ് എ ടിൻ ട്യൂബ് ടണൽ at Kudiran in Thrissur districts of Kerala state in India. National Highway 544 owned and operated by National Highways Authority of India. First ever tunnel for road transport and South India's longest 6-lane road tunnel. South India ഏറ്റവും വലിയ road tunnel ആണ്. പീച്ചി വാഴാനി വൈൽഡ് ലൈഫ് സാങ്ച്വറി കൂടാണിത് കടന്നു പോകുന്നത് കേട്ടോ. അതുകൂടെ മനസ്സിലാക്കാവോ. പീച്ചി വാഴാനി വൈൽഡ് ലൈഫ് സാങ്ച്വറി. മിനർവാരിയ പെൻറ്റാലി വെസ്റ്റേൺ ഘട്ടയിൽ നിന്ന് കണ്ടുപിടിച്ച ഒരു സ്പീഷീസ്. ഇതൊരു ഫ്രോഗ് ആണ്. The species is named after Professor Deepak Pendal in appreciation of his tremendous support and encouragement for setting up of Systematics Lab at University of Delhi. Exercise Talisman Sabre. Australia is keen on India joining its biggest war exercise, Talisman Sabre, in 2023. A formal invitation in this regard will shortly made. Talisman Sabre just concluded was the largest bilateral combined training activity between the Australian Defence Force and the US military. Sir, ഈ PDF ഒന്ന് ഗ്രൂപ്പിൽ ഇടാം, ക്ലാസ് ഇടാം. അടുത്ത് ആനമലൈ ഫ്ലൈയിങ് ഫ്രോഗ്. ഇങ്ങനെ ഇടയ്ക്ക് ഓരോന്ന് കണ്ടുപിടിക്കുന്നതാണ്. അതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഫ്രോഗ് സ്പീഷീസ് ആണിത്. ഇതെവിടെയുള്ളത്? വെസ്റ്റേൺ ഗഡ്സിലാണ് നമുക്കിത് പലപ്പോഴും കാണപ്പെടുന്നത്. വെസ്റ്റേൺ ഗഡ്സിൽ ഈ കൂടുതലും ഇങ്ങനത്തെ സ്പീഷീസിന്റെ ഓപ്ഷൻ ഇടുമ്പോ വെസ്റ്റേൺ ഗഡ്സ് ആണെങ്കിൽ അത് നോക്കിയാൽ പോരെ. ആൻഡമാൻ നിക്കോബറും അവിടെ കൂടുതൽ കണ്ടുവരുന്നതൊന്നും അവിടെയാണ് കൂടുതലുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ ഓപ്ഷൻസ് വരുമ്പോ അത് നോക്കിയാൽ പോരെ. അല്ല, അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റത്തില്ല. വരാം, കൂടുതൽ പോസിബിലിറ്റി ഉണ്ട്. ഹരി കള്ളിക്കാട്ടില് വന്ന് പറഞ്ഞു അല്ലെ, നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം. ആൻഡമാനിലെ സബ് കളക്ടർ ആണ്. അപ്പൊ പോസിബിലിറ്റി ഉണ്ട് ചില കാര്യത്തില്. എന്താ ശ്രീകാന്ത് പറഞ്ഞു? സയന്റിഫിക് നെയിം ഒക്കെ ചോദിക്കും. സയന്റിഫിക് നെയിം ഒക്കെ പാടല്ലേ, നിങ്ങൾക്ക് പഠിച്ചിരിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഓർത്തിരിക്കുവോ? അല്ല, സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ അപ്പൊ ചിലപ്പോ അത് കേറി വരാൻ സാധ്യതയുണ്ട്. അല്ല, കേറി വന്നാൽ എന്താ പ്രശ്നം വെച്ചാൽ ചിലർക്ക് പറ്റും, പറ്റിയില്ല അത് ഒഴിവാക്കുക. ബാക്കിയുള്ള ഏരിയ പഠിച്ചു വെച്ച് എഴുതുക. സയന്റിഫിക് നെയിം ഒക്കെ ചിലർക്ക് എളുപ്പമാണ്, ചിലർക്ക് അത് പ്രയാസമാണ്. റാക്കോപോറസ് സ്യൂഡോ മലബാറിക്കൂസ് എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം. അപ്പൊ വരാം, ഒന്നോ രണ്ടോ ചോദ്യം അങ്ങനെ വരാം. എല്ലാ പഠിക്കാൻ പറ്റുന്ന അങ്ങ് പഠിക്കുക. ഇനി ചിലത് പ്രയാസമാണ് അങ്ങ് ഒഴിവാക്കുക. ഇപ്പൊ അല്ലെ ചിലർക്ക് ചിലത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ടൈം, റിസൾട്ട്, ഇത് രണ്ടും നമ്മൾ നോക്കണം. എന്തോരം ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, എനിക്ക് അതിന് മാത്രം റിസൾട്ട് അവിടുന്ന് കിട്ടുന്നുണ്ട്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒരെണ്ണം അല്ല രണ്ടെണ്ണമാണ് വരാൻ സാധ്യത മാക്സിമം. വരാം.
പക്ഷെ പഠിച്ചു വെക്കുന്ന എപ്പോഴും നല്ലതാണ് കേട്ടോ. എപ്പോഴും കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഓഗസ്റ്റിലേതായിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് അത് നമ്മുടെ ഗ്രൂപ്പ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് വരും. പുതിയ ബാച്ചിലുള്ള കുട്ടികൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് ആപ്പ് വരും. ഇപ്പൊ എല്ലാം നമ്മുടെ ആപ്പിൽ കൂടാണ് നമ്മുടെ ട്രാൻസാക്ഷൻസ് കണ്ടന്റ് എല്ലാം ആയിരിക്കും. ഓക്കെ, അടുത്തത് പറമ്പിക്കുളം ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് ആൻഡ് പറമ്പിക്കുളം ടൈഗർ റിസർവ്. ഈ ഭാഗത്താണ് ഇതിനെ കൂടുതലായിട്ട് കാണുന്നത്. CERT-IN ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യൻ സൈബർ സ്പേസിന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട്. ഡീഗോ ഗാർഷ്യ റീസെന്റ് വാർത്തയിൽ വന്നിരുന്നു. ഡീഗോ ഗാർഷ്യ എവിടെയാണ്? ഇത് ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡ് ഓഫ് ദ ബ്രിട്ടീഷ് Indian Ocean Territory, an overseas territory of UK. Largest 60 small islands comprising the Chagos archipelago. Portuguese were the first Europeans to find it, and it was then settled by the French in 1790s and transferred to British after Napoleonic War. In 1965, Britain separated the Chagos Islands from Mauritius and set up a joint military base with the US in Diego Garcia. Britain insists the islands belong to London and was renewed a lease agreement with the United States to use Diego Garcia until 2036. Diego Garcia location ഒന്ന് നോക്കുക. ആക്ച്വലി മൗറീഷ്യസിന്റെ കൺട്രോളിലുള്ള ഒരു സ്ഥലമാണ്. ഇവർ ഓക്യുപ്പൈ ചെയ്തെടുത്താണ്. അപ്പൊ അതിനടുത്തുള്ള ഒരു ഐലൻഡിലും ഇവര് അധികാരം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ മൗറീഷ്യസ് പറഞ്ഞാൽ അത് വരാൻ പറ്റത്തില്ല എന്ന് പറയും. അഗാലേഗ ഐലൻഡ്, ഇതാണ് റീസെന്റ് പത്രത്തിൽ വന്നത്. നമ്മൾ കുറച്ചു നാൾ മുമ്പ് കണ്ടതാണ്. മൗറീഷ്യസിലുള്ള ഐലൻഡിലാണ്. മെയിൻ ഐലൻഡിൽ നിന്ന് 1000 കിലോമീറ്റർ മാറിയാണ്. അവിടെ ഒരു മിലിറ്ററി ബേസ് ഇന്ത്യ ഉണ്ടാക്കാൻ പോകുന്നു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ മിലിറ്ററി ബേസ്. ഇപ്പൊ ഡീഗോ ഗാർഷ്യ ഒക്കെ പോലെ തന്നെ അമേരിക്കയുടെ മിലിറ്ററി ബേസ് ഇല്ല, നമ്മുടെ ഒരു മിലിറ്ററി ബേസ് ഉള്ളത്. EOS-3 എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി മിലിറ്ററി ബേസ് വരുന്നതിനെ കൊണ്ടുള്ള യൂസ് കൂടുതലായിട്ട് അങ്ങനെയാണ്. യൂസ് അല്ല, നമുക്ക് സ്ട്രാറ്റജിക്കലി നമുക്ക് വേറെ രാജ്യത്തെ അറ്റാക്ക് ചെയ്യാമല്ലോ. നമ്മുടെ ഇവിടെ നിന്ന് റോക്കറ്റ് വിട്ടാൽ അവിടെ വരെ പോകത്തില്ല. മിലിറ്ററി ബേസിൽ നമുക്ക് റോക്കറ്റ് വിടാം. പിന്നെ അതുപോലെ ഇന്ധനം നിറയ്ക്കാം. യുദ്ധമൊക്കെ വരുമ്പോഴേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജെറ്റ്സ് പോയിട്ട് ഇന്ധനം നടക്കണം അറ്റാക്ക് ചെയ്യുമ്പോൾ. അങ്ങനെയൊക്കെയുള്ള പരിപാടിക്ക് മിലിറ്ററി ബേസുകൾ സഹായിക്കും. പിന്നെ അവിടെ എക്സസൈസ് നടക്കുക. ഇതൊക്കെ സ്ട്രാറ്റജിക് ലൊക്കേഷൻസ്, ഷിപ്സ് ഒക്കെ പോകുന്ന സ്ഥലങ്ങളാണ് അതിനടുത്തൂടെയൊക്കെ. അപ്പൊ അവയ്ക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റും. അതുപോലെ ശത്രുരാജ്യത്തിന്റെ ഷിപ്പ് വന്നാൽ അതിനെ അറ്റാക്ക് ചെയ്ത് തുരത്താൻ പറ്റും. എല്ലാം പ്രധാനമാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി അമെൻമെന്റ് ബില്ല്. യൂണിവേഴ്സിറ്റി ഇൻ ദ യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്ക്. അത് സിന്ധു യൂണിവേഴ്സിറ്റി എന്ന് അറിയപ്പെടാൻ പോവുക. അപ്പൊ ആ റീജിയനിലുള്ള ആളുകൾക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ല അല്ലേ? എന്താ കാര്യം? നൊമാഡിക് ലൈഫൊക്കെയാണ്. അപ്പൊ എഡ്യൂക്കേഷൻ അത് സഹായകരമാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ആക്ട് ഓഫ് പാർലമെന്റ് വഴിയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഖേൽരത്ന അവാർഡിന്റെ പേര് മാറ്റി. രാജീവ് ഗാന്ധി ഖേൽരത്ന എന്നുള്ളത് ധ്യാൻചന്ദ് അവാർഡ് എന്ന പേര് മാറിയിട്ട്. ധ്യാൻചന്ദ് ആരായിരുന്നു? ഒളിമ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട്, പാരാലിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കിട്ടും. മേജർ ഇന്ത്യയുടെ വിന്നേഴ്സ്, അവരുടെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും. ഒന്ന് ഒരു അസൈൻമെന്റ് തയ്യാറാക്കോ. ഇത്തവണ നമുക്ക് കിട്ടിയ വിന്നേഴ്സ് ആരൊക്കെയാണ്. അതുപോലെ ഒളിമ്പിക് ഹിസ്റ്ററി ഗോൾഡ് മെഡൽ നേടിയ ഇന്ത്യൻസ് ആരൊക്കെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഹോക്കി ടീം ഇത്തവണ വിജയിച്ചല്ലോ. അപ്പൊ അതൊക്കെ ഒരു ചോദ്യമായിട്ട് വരും. ജാവലിൻ ത്രോയ്ക്ക് നമുക്ക് ഗോൾഡ് ഒക്കെ കിട്ടി. നാഷണൽ സ്പോർട്സ് ഡേ ആയിട്ട് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓഗസ്റ്റ് 29. ഹയസ്റ്റ് സ്പോർട്ടിംഗ് അവാർഡാണ്
ഖേൽരത്ന അവാർഡ്. ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഷിയ ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടിയാണ്, ലെബനോൻ ബേസ് ചെയ്തിട്ടുള്ള. ഓർഗനൈസേഷൻസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക. ഇറാനിയൻ എഫേർട്ടിലാണിത് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പാനിമാഹ് എന്താണ്? പാനിമാഹ് യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്ക് launched a month-long campaign, Panimah, Water Month, to increase the pace of implementation of Jal Jeevan Mission. ഒരു ലഡാക്കി ആവറേജ് യൂസ് ചെയ്യുന്ന വെള്ളം ഒരു ദിവസം എത്ര ലിറ്റർ ആണെന്നറിയാം? നമ്മൾ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം യൂസ് ചെയ്യും? എന്തെങ്കിലും അറിവുണ്ടോ? നമ്മൾ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം യൂസ് ചെയ്യും? കുളിക്കാനും പല്ല് തേക്കാനും അലക്കാനും എല്ലാം കൂടെ എത്ര ലിറ്റർ വെള്ളം യൂസ് ചെയ്യും ശരാശരി? എനി ഐഡിയ? ഒരു 100 ലിറ്റർ. മിഡിൽ ഈസ്റ്റിലായോണ്ടായിരിക്കും. കേരളത്തിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ആവശ്യമായിട്ടാണ്. 150 അല്ലെ, 100-150 ഒക്കെ യൂസ് ചെയ്യും. കൂടുതൽ വെള്ളം യൂസ് ചെയ്യുമ്പോൾ ലഡാക്കി ആവറേജ് യൂസ് ചെയ്യുന്ന 20 ലിറ്റർ വെള്ളമാണ്. എന്നുവെച്ചാൽ വെള്ളം ഇല്ല, അതാണ് പ്രശ്നം. ഐലൻഡ് ഓഫ് ഈവിയ, അതെവിടെയാണ്? ഈവിയ ഗ്രീക്ക് ഐലൻഡ് ആണ്. യുബിയ എന്നും കയറുന്നുണ്ട്. ബയോഷ്യ ഇൻ മെയിൻലാൻഡ് ഗ്രീസ് ബൈ നാരോ യൂപ്പിറസ് സ്ട്രേറ്റ്. അവിടെ വൈൽഡ് ഫയർ ഉണ്ടായി, അതുകൊണ്ടാണ് ഇത് വാർത്ത വന്നത്. അപ്പൊ അതൊക്കെ ചോദ്യമായിട്ട് വരാം. വാർത്തയിൽ ഒരു പ്രദേശത്തെ കുറിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ചോദ്യമായിട്ട് വരാം. ഗ്രീക്ക് ഐലൻഡ് ആണ് ബൊയേഷ്യ, യൂറിപ്പസ് സ്ട്രേറ്റിനടുത്താണ് ഈ ഐലൻഡ്. അതായത് യൂറിപ്പസ് സ്ട്രേറ്റ് ആണ് ഇതിനെ വേർതിരിക്കുന്നത്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ് ITBP അവിടെ 2 വിമൻ ഓഫീസേഴ്സിനെ എടുത്തു, പ്രാകൃതിയും ദീക്ഷയും. ഈ എക്സാം ആരാ നടത്തുന്നത്? ITBP എങ്ങനെ നടത്തുന്നത്? എക്സാമിന് ആളുകളെ എങ്ങനെ എടുക്കുന്നത്? UPSC ആണ് എക്സാം നടത്തുന്നത് കേട്ടോ. ഈ ഏത് എക്സാമാണ്? നിങ്ങൾക്കെല്ലാം എഴുതാം എക്സാം. മിക്കവാറും 1-2 പിള്ളേരൊക്കെ കയറി വരാറുണ്ട് ഇതിൽ. വലിയ കോമ്പറ്റീഷൻ ഇല്ല. IPS കിട്ടും. ഒരു 7 വർഷം കൊണ്ട് IPS കൺഫർ ചെയ്ത് കിട്ടും. 28 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ എക്സാം എഴുതും. ഈ അസിസ്റ്റന്റ് കമാൻഡന്റ് ഇല്ല സെൻട്രൽ ഫോഴ്സസിലേക്ക്. അപ്പൊ ആ എക്സാം എഴുതി കഴിഞ്ഞ് ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ്. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ആണ്, ഹോം അഫയേഴ്സിന്റെ കീഴിലാണ്. ബോർഡർ പെട്രോളിംഗ് ആണ് പ്രധാനമായിട്ടും ചൈന റീജിയനിൽ. ചിലർക്ക് ഇഷ്ടമില്ല ഇങ്ങനെയുള്ളിടത്തൊന്നും ജോലി ചെയ്യാൻ. എന്താ കാര്യം? ജോലി ടഫാന്ന് പറയും. കാര്യം എന്താ? എല്ലാം കാട്ടുപ്രദേശമാണ്, ടൗണൊന്നും ഇല്ല അടുത്ത്, മുഴുവൻ ഈ കാട്ടിലല്ലേ, ബോർഡറിലെ. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏജൻസീസിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. CBI എന്താണ്, NIA എന്താണ്? നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആക്ട് 2008 പ്രകാരം സെൻട്രൽ കൗണ്ടർ ടെററിസം ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയാണ്. ഇറ്റ് ഈസ് എംപവേർഡ് ടു ഡീൽ വിത്ത് ടെറർ റിലേറ്റഡ് ക്രൈംസ് അക്രോസ് സ്റ്റേറ്റ് വിതൗട്ട് സ്പെഷ്യൽ പെർമിഷൻ ഫ്രം ദ സ്റ്റേറ്റ്സ്. എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആക്ട് 2008. പെൻസിലിംഗ ഗ്ലേഷ്യർ ലഡാക്കിലാണുള്ളത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, വിന്റേഴ്സിൽ പ്രസിപ്പിറ്റേഷനുമാണ്, ഡിക്രീസ് ഇൻ പ്രസിപ്പിറ്റേഷൻ. സൻസ്കാർ റേഞ്ച് ആണ്, മൗണ്ടൻ റേഞ്ച് ആണ്, യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്ക് ദാറ്റ് സെപ്പറേറ്റ് സൻസ്കാർ ഫ്രം ലഡാക്ക്. Geologically, the Sanskar range is part of Tethys Himalaya. Marbal Pass and many other passes which connect Ladakh with the Kashmir area in this area. ഈ മാർബൽ പാസ് ഒക്കെ പ്രധാനപ്പെട്ടതാണ്. ഇത് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ലഡാക്കിനെ കാശ്മീർ ഏരിയ ആയിട്ട് കണക്ട് ചെയ്യുന്ന പാസ്സാണ് മാർബൽ പാസ്. അതുപോലെ സോജീല പാസ് സൻസ്കാർ റേഞ്ചിലാണുള്ളത്. ഈ പാസുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. 13,000 ഫീറ്റ് ഹൈ ആണ്.
ഇന്റർനാഷണൽ ആർമി ഗെയിംസ്, അതിൽ ഇന്ത്യൻ ആർമിയും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. റഷ്യയിലാണ് നടന്നത്. ഭാരത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, സംഗീത നാടക അക്കാദമി സെറ്റപ്പ് ചെയ്തതാണ്. സോ in 1975 it became an independent entity and was registered as an autonomous organization under the Societies Registration Act of 1860, fully financed by Ministry of Culture. Bharat Rang Mahotsav, or the National Theatre Festival, established in 1999, is the annual theatre festival of National School of Drama. Delhi lo vechana nadakkum. Bharat Rang Mahotsav എല്ലാ വർഷവും നടക്കും. അത് ലാർജസ്റ്റ് തിയേറ്റർ ഫെസ്റ്റിവൽ ആണ് ഏഷ്യയിൽ. തിയേറ്ററിന് വേണ്ടിയിട്ടുള്ളതാണ്. മഹാരാഷ്ട്ര അനൗൺസസ് രാജീവ് ഗാന്ധി അവാർഡ് ഇൻ IT. മഹാരാഷ്ട്ര ഗവൺമെന്റ് രാജീവ് ഗാന്ധിയുടെ പേരിലൊരു അവാർഡ് ഏർപ്പെടുത്തി. ഫോർമർ മഹാരാഷ്ട്ര ആരാ ഭരിക്കുന്നത്? ഏത് അലയൻസ് ആണ്? ആരാ ഭരിക്കുന്നത് മഹാരാഷ്ട്ര? കോൺഗ്രസ്, ശിവസേന. കോൺഗ്രസും കൂടിയാണ്. രാജീവ് ഗാന്ധിയുടെ പേരിലല്ലേ ഗാന്ധി കുടുംബത്തിന്റെ പേരിലുള്ള പല അവാർഡുകളും സെൻട്രൽ ഗവൺമെന്റുകൾ നിർത്തലാക്കുവാണ്. പകരം അവിടെ ഒരു അവാർഡ് അവർ കൊടുത്തേക്കും. അൽ മുഹദ് അൽ ഹിന്ദി നേവൽ എക്സസൈസ് ആണ്. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള നേവികളുടെ സംയുക്ത എക്സസൈസ്. പ്രൈം മിനിസ്റ്റർ ശ്രം അവാർഡ്സ്, ശ്രം ഭൂഷൺ അവാർഡ്, അത് 1 ലക്ഷം രൂപയാണ്. ശ്രം വീരാംഗന അവാർഡ് 60,000 രൂപ. ശ്രം ദേവി അവാർഡ്, ഇത് ആർക്കാ കൊടുക്കുക? അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനാണ് കൊടുക്കുക. ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻസ് മേഡ് ബൈ വർക്ക്മാൻ ഇൻ ഓർഗനൈസേഷൻസ് ബോത്ത് ഇൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. വർക്ക്മാൻ ആസ് ഡിഫൈൻഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, അതിൽ പറയുന്ന പേര് ഉള്ളവരെയാണ് നോക്കുന്നത്. കേരളത്തിൽ നിന്ന് ന്യൂ സ്പീഷീസ് ഓഫ് വൈൽഡ് ബാൽസം ഐഡന്റിഫൈ ചെയ്തു. പ്ലാന്റ്സ് ഓഫ് ദിസ് ജനസ് ആർ പോപ്പുലർ ആസ് കാശി തുമ്പ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അത് വെസ്റ്റേൺ ഘട്ട് റീജിയനിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്തു. അതിന് പേര് കൊടുത്തു. എന്താ പേര് കൊടുത്തത്? അച്യുതാനന്ദന്റെ, VS അച്യുതാനന്ദന്റെ പേരും KK ശൈലജയുടെ പേരും ആണ് കൊടുത്തിട്ടുള്ളത്. സിയാച്ചിൻ ഗ്ലേഷ്യർ, Team CLAW, a team of people with disabilities has embarked upon a journey to trek the Siachen Glacier on Independence Day. ഇവരാരൊക്കെയാണ്? അവര് വാർ വെറ്ററൻസ് ആണ്. This is the land world record expedition, part of Operation Blue Freedom, triple world records being undertaken. Team CLAW includes veterans working towards empowering people with a disability. Siachen Glacier എവിടെയാണ്? കാരക്കോരം റേഞ്ചിലാണ്. അപ്പൊ ഇന്ത്യയുടെ മാപ്പ്, പൊളിറ്റിക്കൽ മാപ്പും ഫിസിക്കൽ മാപ്പും ഉണ്ട്. ഇത് രണ്ടും ഡൗൺലോഡ് ചെയ്യുക യൂട്യൂബിൽ പോയിട്ട്. അതിൽ ഫിസിക്കൽ അല്ലെ NCERT ജോഗ്രഫി പുസ്തകത്തിൽ ആ മാപ്പ് ഉണ്ട്. അതിൽ കാരക്കോരം റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. ഇറ്റ് ഈസ് ദ സെക്കൻഡ്, Siachen Glacier is the second longest glacier. സെക്കൻഡ് ലോങ്സ്റ്റ് ഗ്ലേഷ്യർ ആണ് സിയാച്ചിൻ എന്നുള്ളതും മനസ്സിലാക്കുക. സൈനിക് സ്കൂൾസിലേക്ക് പെൺകുട്ടികളെ അനുവദിച്ചിട്ടുണ്ട്. നിങ്ങൾ കേരളത്തിൽ നിന്നും കണ്ടിരുന്നു അല്ലെ? കേരളത്തിലെ സൈനിക് സ്കൂളിലും ഒക്കെ പെൺകുട്ടികൾ ജോയിൻ ചെയ്തത് നിങ്ങൾ കണ്ടിരുന്നോ? വാർത്ത വായിച്ചിരുന്നോ? അപ്പോ ഇത് രണ്ട് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ഇതൊക്കെ നമുക്ക് വേണേൽ കേസസിലേക്ക് കൊണ്ടുവരാം. നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു അറിവായിട്ട് നമ്മൾ സംശീകരിക്കും. ഇപ്പൊ എല്ലാ പോളിസീസും ജെൻഡർ ബയാസ്ഡ് ആവരുതെന്നാണ്. എന്താണ് ഈ ജെൻഡർ ബയാസ്ഡ് എന്ന് വെച്ചാൽ? ഇപ്പൊ എല്ലായിടത്തും ഏറ്റവും മുൻനിര വരുന്ന ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? നേരത്തെ ഒരു ധാരണയാണ് പെൺകുട്ടികൾക്ക് കഴിവ് കുറവാണ്, ആൺകുട്ടികൾക്ക് കഴിവുണ്ട്, അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലായിടത്തും ഏറ്റവും മുൻനിര വരുന്ന ആരാ വരുന്നത്? പെൺകുട്ടികളാണ് അല്ലെ?
അപ്പോൾ സൈനിക് സ്കൂൾസ് ഗേൾസിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. Announcement was made by the Prime Minister Narendra Modi in his address to the nation on the occasion of 75th Independence Day. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന VK കൃഷ്ണമേനോൻ, അദ്ദേഹത്തിന്റെ ഒരു ബ്രെയിൻ ചൈൽഡ് ആയിരുന്നു സൈനിക് സ്കൂൾസ്. 1961 കേരളത്തിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലീഡർ ആയിരുന്നു VK കൃഷ്ണമേനോൻ. അദ്ദേഹമൊക്കെ ചെറിയ രീതിയിൽ കരിയർ ആരംഭിച്ച് വലിയ നിലയിൽ എത്തിയ ആളാണ്. ഒരു ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് ആയിട്ടൊക്കെ കരിയർ തുടങ്ങി ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ പദവിയിൽ വരെ എത്തിച്ചേർന്ന വ്യക്തിത്വമാണ്. സോൺ ചിരയ്യ മിനിസ്ട്രി ഓഫ് ഹൗസിംഗിന്റെ ഒരു സ്കീമാണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, സ്ത്രീകളുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, നമ്മുടെ ഇവിടെയുള്ള കുടുംബശ്രീ പോലുള്ള സംഘടനകൾ. അപ്പൊ അവരുടെ പ്രൊഡക്ട്സിന് ഒരു ഗ്ലോബൽ ആക്സസ് ഉണ്ടാക്കുക. 21st century is the century of opportunities എന്നാണ് പറയുന്നത്, അല്ലെ? യു ക്യാൻ കണക്ട് വിത്ത് എനിബഡി ഇൻ ദ വേൾഡ്. ലോകത്തിൽ എവിടെയുള്ള ആരുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ലൈക്വൈസ് ഈ സോൺ ചിരയ്യ വഴിയായിട്ട് നമുക്കൊരു ഗ്ലോബൽ ആക്സസ് കിട്ടാൻ പോവുകയാണ് ഇത്തരം ഗ്രൂപ്പുകൾക്ക്. സെറ്റ് ഞാനിപ്പോൾ സംസാരിച്ചാണ്, ഞാൻ വീണ്ടും എടുക്കുന്നില്ല. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണ് ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ? ഇൻക്ലൂഷൻ എന്നുള്ള ടേം നിങ്ങൾ പത്രത്തിൽ കാണുമ്പോൾ ഓർത്തണം. ഇൻക്ലൂഷൻ എന്ന് വെച്ചാൽ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകും. ഇപ്പൊ പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബെനഫിഷ്യറീസ് ആയിട്ട് പല സ്കീംസിലും വരുന്ന ഒരു ന്യൂനപക്ഷമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നില്ല. ഡെവലപ്മെന്റ് നോക്കുക, എഡ്യൂക്കേഷൻ നോക്കുക, സർക്കാർ ജോലികളിലെ പ്രാതിനിധ്യം നോക്കുക. ഇൻക്ലൂസീവ് സൊസൈറ്റി എന്ന് വെച്ചാൽ എല്ലാ സമൂഹത്തിന്റെയും റെപ്രസെന്റേറ്റീവ്സ് എല്ലായിടത്തും ഉണ്ടാവണം. ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഒരു ഭാഗമായിരുന്നു പ്രധാനമന്ത്രി മുൻപോട്ടേക്ക് വെച്ച ജൻ ബാങ്ക് അക്കൗണ്ട്. എന്ന് വെച്ചാൽ എന്താണ് ജൻധൻ ബാങ്ക് അക്കൗണ്ട്? എന്താണ്? എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട്. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട്. അപ്പൊ അതും സാമ്പത്തികമായിട്ട് എല്ലാവരും ഉൾക്കൊള്ളിക്കുക എന്നുള്ളതിന്റെ ഒരു ഉദ്ദേശമാണ്. ഇപ്പൊ ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ് അതൊരു ബെഞ്ച് മാർക്കാണ്. അത് എല്ലാ ജൂലൈയിലും പുറത്ത് പബ്ലിഷ് ചെയ്യും. കേരളത്തിലെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഏജൻസി ബാങ്ക് ആയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്തു. എന്താണ് ഏജൻസി ബാങ്ക്? സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ടിയിട്ടും ബിസിനസ് നടത്താനുള്ള ഒരു അധികാരം ഏജൻസി ബാങ്കിന് കിട്ടും. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ICICI ബാങ്കിൽ നിന്നുള്ള പുതിയ CEO ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വലിയൊരു മാറ്റം ആ ബാങ്കിൽ ഉണ്ടാവുന്നു. ഹിരാക്കുഡ് റിസർവെയറിലുള്ള ഐലൻഡുകളിലൊന്നാണ് കാറ്റിൽ ഐലൻഡ്. ഈ റിസർവെയർ ഉണ്ടാക്കുന്ന സമയത്ത് പശുക്കളെല്ലാം കൂടെ അവിടെ മേയാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഈ വില്ലേജസ് വെള്ളത്തിനടിയിലായി. അപ്പൊ കാലികൾ എന്ത് ചെയ്തു? ആൾക്കാർ ഗ്രാമം വിട്ടുപോയി. അപ്പൊ ഈ കാലികളെല്ലാം കൂടെ ഈ ഒരു ഐലൻഡ് പോലെ വന്ന പ്രദേശത്തോട്ട് കയറി. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് കാറ്റിൽ ഐലൻഡ് എന്നുള്ള പേര് കിട്ടിയത്. എഞ്ചിനീയർ വിശ്വേശ്വരയ്യയാണ് ഹിരാക്കുഡ് ഡാം കൺസീവ് ചെയ്ത ഒരു ഐഡിയ കൊണ്ടുവന്നത്. മഹാനദി റിവറിലാണിത്. ലോങ്സ്റ്റ് ഡാം ആണ് ഇന്ത്യയിൽ. ഇന്ത്യയിലെ റിവർ സിസ്റ്റത്തെ കുറിച്ചൊരു നോട്ട് തയ്യാറാക്കുക. ഇന്ത്യയിലെ റിവർ ഏതിലൂടെയൊക്കെയാണ് ഒഴുകുന്നത്. ഡ്രെയിനേജ് സിസ്റ്റം ഓഫ് ഇന്ത്യ എന്നടിച്ചു കൊടുത്ത ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ നദികളുടെ ഒരു മാപ്പ് കിട്ടും. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കണം എങ്ങനെയാണ് ഒഴുകുന്നത്. അതെങ്ങനെ മാർക്ക് ചെയ്യണം. ഒരു ഫ്ലൂറസൻ പെൻ ഉപയോഗിച്ച്, മാർക്കർ പെൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്യണം. ഗംഗ ഏതൊക്കെയാണ് ഒഴുകുന്നത്, ഗംഗയുടെ കൈവഴികൾ ഏതൊക്കെയാണ്, മഹാനദി അതിലെയാണ് പോകുന്നത്, ബ്രഹ്മപുത്ര എവിടെയാണ് തുടങ്ങുന്നത്, എവിടെയാണ് ഒഴുകുന്നത്. ഇതും ഒരു ക്ലാരിറ്റി ഉണ്ടാക്കേണ്ടതാണ്. അതിലെ ഡാമുകൾ ഏതൊക്കെയാണ്, ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് നമ്മൾ ഡാം പണിതത്. ഇങ്ങനെ നിങ്ങളുടെ വിജ്ഞാനം, അറിവ് നിങ്ങൾ വർദ്ധിപ്പിക്കും. യെസ്, ചൈന കട്ട്സ് ടൈം മൈനേഴ്സ് ക്യാൻ സ്പെൻഡ് ഓൺ ഓൺലൈൻ ഗെയിംസ്. നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്താണ് ഇനി മുതൽ അവർക്ക് ഗെയിം കളിക്കാൻ എത്ര നേരമേ പറ്റത്തുള്ളൂ. ആൻഡ് അവർ ഓഫ് ഗെയിം പ്ലേ ഓൺ ഫ്രൈഡേസ്, വീക്കെൻഡ്സ് ആൻഡ് ഹോളിഡേസ്. അത്രയും സംബന്ധിച്ചുള്ളൂ. ഇപ്പൊ ഒത്തിരി പിള്ളേര് അഡിക്റ്റഡ് ആവുന്നുണ്ട് ഗെയിം കളിച്ച്, അല്ലെ? ഓൺലൈൻ ഗെയിം ഉണ്ടോ? ഭയങ്കര അഡിക്ഷൻ ആണ്. അപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് അവർക്ക് അവരുടെ മാനസിക നിലയെ പോലും തകരാറിലാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ പലയിടത്തും വരും. അത് പിള്ളേരെ മാത്രമല്ല, വലിയവരെയും. ഈ PUBG ഒക്കെ കളിച്ചിരിക്കും ചുമ്മാ. ഞാൻ ഈടെ ഒരു പയ്യനെ കണ്ടു. അപ്പം
ഡിഗ്രി ഒക്കെ കഴിഞ്ഞതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പരിപാടി, എന്തൊക്കെയാ ചെയ്യുന്നത്? പബ്ജി കളിച്ചിരിക്കുന്നു, അതാണ് പരിപാടി. അപ്പൊ അതൊരു അഡിക്ഷന്റെ തലത്തിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും ചൈനയാണ് ഈ ഗെയിം എല്ലാം പുറത്തിറക്കുന്നത്, എന്നിട്ട് ചൈന അത് കൺട്രോൾ ചെയ്യുകയും ചെയ്യും. പ്യൂരിഫൈഡ് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ വയ ടാങ്കേഴ്സ് ടാക്സബിൾ. പ്യൂരിഫൈഡ് ഡ്രിങ്കിങ് വാട്ടേഴ്സ് നമ്മൾ ടാങ്കേഴ്സ് വഴിയാണ് കൊടുക്കുന്നതെങ്കിൽ അതെന്തിൽ വരും? 18% GST വരും. പുതിയ റൂളാണ്. ടിവ ട്രൈബ് വാൻചുവ ഫെസ്റ്റിവൽ. ഇത് എവിടെയുള്ളതാണ്? ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ്. ടിവ ട്രൈബ് അവര് ഹാർവസ്റ്റിന് ശേഷം പ്രകൃതി ദേവിക്കുള്ള ഒരു ആരാധനയാണ്. പിഗ്സ് കള്ളുണ്ടാവും, ബോൺസ് ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെയൊക്കെയാണ് അവര് ആരാധിക്കുന്നത്. ആസാമിലും മേഘാലയയിലും ഉള്ള ഇൻഡിജിനിയസ് ട്രൈബാണ്. അവരെ നമുക്ക് അരുണാചലിലും മണിപ്പൂരിലും കാണാം. ഇന്ത്യയെക്കുറിച്ച് ഒരു നോട്ട് ഞാൻ തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിനകത്ത് ട്രൈബ്സിനെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഈ ട്രൈബിനെയൊക്കെ നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. യു ഹാവ് ടു ആഡ് ദിസ്. വെബ് ആപ്പ് ഓഫ് ദ ഇൻഡസ് സ്ക്രിപ്റ്റ് ബുക്ക് ഇനാഗുറേറ്റഡ്. എന്താണ്? Indus Research Center, which is part of the Rocha Mutaya Research Library, has launched a web app, indoscript.in, in Chennai. Financial grant, Department of Archaeology support കൂടിയാണ്. ടെക്സ്റ്റ് ഇൻഡസ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ട്. ഐരാവതം മഹാദേവ് അദ്ദേഹമാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇൻഡസ്ക്രിപ്റ്റ്സ് അനലൈസ് ചെയ്യാനൊക്കെ ലോകമെമ്പാടുമുള്ള ആളുകളെ ഇത് സഹായിക്കും. ഹസാറാസ് ഓഫ് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിലുള്ള ഒരു എത്നിക് ഗ്രൂപ്പാണ് ഹസാര. അഫ്ഗാനിസ്ഥാനിലുള്ള ഈ ജോഗ്രഫിക്കൽ റീജിയൻ ഒക്കെ ന്യൂസിൽ വന്നതൊക്കെ വാർത്തയിൽ വരാം. They are believed to be descendants of the founder of the Mongol Empire, Genghis Khan, and his army that overran the entire region during 13th century. അദ്ദേഹത്തിന്റെ ഡിസെൻഡൻസ് ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചെങ്കിസ് ഖാന്റെ മംഗോളിയൻ എംപയർ ആയിരുന്നു. There are distinct Asiatic features and use of a Persian dialect called Hazaragi also sets them apart from the rest of the country. They are different from other groups that belong to the country. There are distinct Asiatic features and use of Persian dialect. Dialect എന്ന് വെച്ചാൽ അവരുടെ ഉച്ചാരണ രീതി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ബിജു സ്വസ്തി കല്യാൺ യോജന ഒറീസ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തു. ബിജു ആര്? പഴയ ചീഫ് മിനിസ്റ്റർ ബിജു പട്നായക്. ബിജു സ്വസ്തി കല്യാൺ യോജന സ്മാർട്ട് കാർഡ് സ്കീമാണ്. ഇത് ഒരു പ്രകാരം എന്താ കിട്ടുക? ക്യാഷ്ലെസ് ഹെൽത്ത് കവറേജ് 5 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടും. വിമൻ ബെനിഫിഷ്യറീസിനാണ് 10 ലക്ഷം രൂപയുടെ കവറേജ്. ആൻഡമാനിൽ നിന്നൊരു മെർമെയ്ഡ് സ്പീഷീസ്. എന്താണ് ഈ മെർമെയ്ഡ് സ്പീഷീസ് എന്ന് വെച്ചാൽ എന്താണ്? ഇത് എന്താന്ന് ചോദിച്ചാല് ഒരു ആൽഗയാണ്. ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് അസറ്റാബുലേറിയം ജലകന്യകെ എന്നാണ്. ജലകന്യക അല്ലെ? Mermaid. The plant consists of a single gigantic cell with a nucleus. It is the first genus of Acetabularia to be discovered in India. They are regenerative potential ഉള്ളവയാണ്. എന്ന് വെച്ചാൽ റീജനറേറ്റീവ് എന്ന് വെച്ചാൽ എത്ര നശിച്ചാലും അതിൽ നിന്ന് പൊട്ടിക്കിളർത്ത് വരും. മധൂർ മഡ്. 2 സ്ത്രീകൾക്ക് വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള നാഷണൽ ഹാൻഡിക്രാഫ്റ്റ് അവാർഡ് കിട്ടി. എന്തിനാന്ന് വെച്ചാൽ മധൂർ ഫ്ലോർ മാറ്റ്സിന്. ഇത് വെസ്റ്റ് ബംഗാളിലുള്ള ഒരു മധൂർ മാറ്റ്സ് വളരെ ഫേമസ് ആണ്. നാച്ചുറൽ ഫൈബേഴ്സ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് മധൂർ ഖദി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിന് GI ടാഗ് കിട്ടിയതാണ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഇതൊരു റൈസോം ബേസ്ഡ് പ്ലാന്റ് ആണ് ഈ മധൂർ ഖദി എന്ന് പറയുന്നത്. സൈപ്രസ് ടഗേറ്റം ഓർ സൈപ്രസ് പങ്കോരിയ. ഇത് പൂർവ്വ പശ്ചിമ മിഡ്നാപൂരിലൊക്കെ ഉണ്ട്. ഈ ബംഗാളിൽ മിക്കവാറും കളക്ടേഴ്സ് ആരാന്നറിയാം? ആരാ?
മലയാളികളാണ്. 3 ജില്ലയിലെ കളക്ടേഴ്സ് എനിക്ക് പരിചയമുള്ളവരുണ്ട്. അവരൊക്കെ മലയാളികളാണ്. കാൽക്കട്ടറിൽ ഒത്തിരി മലയാളികൾ പോയിട്ടുണ്ട്. ഒരുപാട് മലയാളികൾ പോകാറുണ്ട്. നവാബ് അലിവർദി ഖാൻ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ കേൾക്കുന്നതാണ്. നവാബ് അലിവർദി ഖാൻ അദ്ദേഹം എന്ത് ചെയ്തേ? അദ്ദേഹം issued a charter to landowning jagidars in this regard, and as a result it was obligatory to supply marshland mats for use in the collectorate. NDPC commissions India's largest floating solar project. അപ്പൊ ഇങ്ങനെ പേരൊക്കെ അലിവർദി ഖാനെ കുറിച്ച് കേൾക്കുമ്പോൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക ആ പേര് വെച്ചിട്ട്. ഫ്ലോട്ടിംഗ് സോളാർ പ്രൊജക്ട് എന്ന് വെച്ചാൽ ഒഴുകി നടക്കുന്ന സോളാർ പ്രൊജക്ട്. അപ്പൊ എന്ത് കിട്ടും? അല്ലെങ്കിൽ സൺ നേരിട്ട് കിട്ടും, വേറെ തടസ്സമൊന്നുമില്ല അല്ലെ? ഇതിപ്പോ പലയിടത്തും ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്. ഒരു സോളാർ ജനറേറ്റിംഗ് കപ്പാസിറ്റി കൂടും. അങ്ങനെ പല ഐലൻഡ്സിലും ഒക്കെ ഈ രീതി നമ്മളിപ്പോൾ കൊണ്ടുവരുന്നു. അറസ്റ്റ് ഈസ് നോട്ട് ഓൾവേസ് എ മസ്റ്റ്, സേ സുപ്രീം കോർട്ട്. Article 21 of the Constitution. The court also observed that certain provisions of CRPC, like Section 170, should not be constructed as a right to arrest when custodial investigation becomes necessary, when the crime is a heinous crime, when there is possibility of influencing the witness. ഇത്തരം സാഹചര്യത്തിലൊക്കെ അറസ്റ്റ് മതി എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. 2 സ്റ്റേറ്റ്സിൽ കോട്ട ബെനിഫിറ്റ് സൈമൾട്ടേനിയസ്ലി എടുക്കാൻ പാടില്ല. The court ruled that a person cannot claim the benefit of reservation simultaneously in both the successor states upon their reorganization, as it will defeat the mandate of Articles 341(1) and 342(1) of the Constitution. A person can claim benefit in either the successor states while participating in an open selection in another states. The members of the reserved category shall be treated as migrants and can participate in the general category without claiming any benefit of reservation, vice versa. പഞ്ചശീർ വാലി അഫ്ഗാനിസ്ഥാനിലാണ്, ഹിന്ദുകുഷ് മൗണ്ടൻ റേഞ്ചിലാണ്. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ പഞ്ചശീർ റിവർ. എന്താണ് ഈ പഞ്ചശീറിന്റെ പ്രത്യേകത? എന്തായിരുന്നു ഈയിടെ എന്താ വാർത്ത വരാനുള്ള കാര്യം? ഇപ്പോഴത്തെ താലിബാനെതിരെ അവരെ കീഴടക്കാൻ പറ്റിയിട്ടില്ല. അതെ, താജിക്സ് ആണ് അവിടെ ഉള്ളത്. Valley is also known for its emeralds, which were used in the past to finance the resistance movements against those in power. 5 lands എന്നാണ് പഞ്ചശീറിന്റെ മീനിങ്. ചോദിക്കാം. There is a legend that in the 10th century, 5 brothers built a dam for King Mahmud Ghazni in the valley to prevent floods from damaging people's homes. Hence, it was named as Valley of 5 Lands, Panjshir. Jim Corbett National Park. The Patil Dune Valley, formed by Ramganga River, Nainital district. Haley National Park, named after Jim Corbett, who played a key role in its establishment. The oldest national park in India. National Park in India. നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു. ചെയ്തോ? ഇന്ത്യയെ കുറിച്ച് എഴുതുമ്പോൾ എഴുതി പോവുകയായിട്ട് ഞാൻ പറയുന്ന അസൈൻമെന്റ്സ് നിങ്ങൾ ചെയ്യണം. നമ്മൾ വളരെ സയന്റിഫിക് ആയിട്ടാണ് പോകുന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. നിങ്ങൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. ഇതൊന്നും ചെയ്യില്ല എന്നുവെച്ചാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ അതുപോലെ തന്നെ ഇരിക്കും. ചാക്മാസ് ആൻഡ് ഹജോങ്സ്. Chakmas and Hajoins were originally residents of Chittagong Hill Tracts in the erstwhile East Pakistan. They left their homeland when it was submerged by Kaptai Dam project. Chakmas, who are Buddhist, and Hajkongs, who are Hindus, also allegedly faced religious persecution and entered India through Lushai Hills district of Assam. The center moved the majority of them to Northeastern Frontier Agency, which is now Arunachal Pradesh. 5000 പേരായിരുന്നുണ്ടായിരുന്നു, ഇപ്പൊ ഏകദേശം 1,00,000 പേരുണ്ട്. പക്ഷെ അവർക്ക് എന്താ പ്രശ്നം? അവർക്ക് സിറ്റിസൺഷിപ്പ് ഇല്ല. Yuktadhara. It is a geospatial planning portal
for facilitating Gram Panchayat level planning of MGNREGM. It is new portal under Bhuvan. ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഈ വർക്കൊക്കെ നടക്കുന്നുണ്ടോ എന്ന് സാറ്റലൈറ്റ് ഇമേജസിന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടി മനസ്സിലാക്കാൻ സാധിക്കും. INS ചിൽക്ക ഇന്ത്യൻ നേവിയുടെ ഒരു അബിനിഷ്യ ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. 6600 റോ റിക്രൂട്ട്സിനെ ട്രെയിൻ ചെയ്ത 80 കമ്മീഷൻ ചെയ്തു. ചിൽക്ക ലേക്കിന്റെ സമീപമാണ്. ആറന്മുള ബോട്ട് റേസ്, ഓൾഡസ്റ്റ് റിവർ ബോട്ട് ഫെസ്റ്റിവൽ ഇൻ കേരള, held during Onam. It take place at ആറന്മുള, റിവർ പമ്പയുടെ അടുത്ത അല്ലെ. A Hindu temple dedicated to Lord Krishna and Arjuna. Palliyodams are used in race. Only men of the village are allowed to be in the boat. Be Internet Awesome program. Google program. What is tokenization? Tokenization refers to replacement of actual card details with an alternative code called token. ഇതിന്റെ പ്രശ്നം എന്താണ്? ഇപ്പൊ നമ്മൾ ക്രെഡിറ്റ് കാർഡ് നമ്പർ കൊടുക്കും. അപ്പൊ ഈ ക്രെഡിറ്റ് കാർഡ് നമ്പർ ഇവർക്ക് വേറെ പർപ്പസിന് യൂസ് ചെയ്യാം. പല കാർഡിലും പിന്നൊന്നും ചോദിക്കുന്നില്ല, ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ മതി അല്ലെ? ആണോ? ഗെയിം ഒക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ്? ഒന്നും ചോദിക്കുന്നില്ല, ജസ്റ്റ് ചില കാർഡുകളിലൊക്കെ അങ്ങനെയൊക്കെയാണ് വരുന്നത് അല്ലെ. അപ്പൊ എന്താ ഒരു ഗുണം എന്താണ്? OTP ഒന്നും വരുന്നില്ല. പിൻ ചോദിക്കും, OTP ഒന്നും പലപ്പോഴും ചോദിക്കാറില്ല. അപ്പൊ ഈ ടോക്കൺ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആക്ച്വൽ പിന്നും കാര്യങ്ങളും മാറിയാണ് അവർക്ക് കിട്ടുന്നത്. ഒരു ഡമ്മി ടോക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഇറ്റ് ഈസ് സേഫർ ദാൻ ആക്ച്വൽ കാർഡ് ഡീറ്റെയിൽസ്. അപ്പൊ അവർക്ക് കിട്ടുന്നില്ല, മറിച്ച് കിട്ടുന്നില്ല. Kilauea volcano. Kilauea is an active shield volcano in the Hawaiian Islands. Historically, it is the most active of the 5 volcanoes that together form the big island of Hawaii. Islamic State Khorasan province. Islamic State Khorasan province. ISO ആയിട്ട് അഫിലിയേറ്റ് ചെയ്താണ് അഫ്ഗാനിസ്ഥാനിലുള്ളത്. They are the most extreme and violent of all the jihadist military groups in Afghanistan. അവണി സുമിത് ടോക്കിയോ പാരാലിമ്പിക്സിൽ അവര് നമുക്ക് എന്ത് നേടുന്നു? സ്വർണം നേടുന്നു. ജാവലിൻ ത്രോവർ സുനിന്ദർ സിംഗ് ബ്രോൺസ് നേടുന്നു. റൈഫിൾ കോമ്പറ്റീഷനിൽ ആരാണ്? അവണി ലേഹര, ആദ്യത്തെ വുമൻ ആണ്, വിൻ ഗോൾഡ്. പാരാലിമ്പിക്സ് ഗെയിംസിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് എ മേജർ ഇന്റർനാഷണൽ സ്പോർട്സ് കോമ്പറ്റീഷൻ ഫോർ ദ അത്ലറ്റ്സ് വിത്ത് ഡിസബിലിറ്റീസ്. വിന്റർ ഗെയിംസും സമ്മർ ഗെയിംസും നടക്കുന്നുണ്ട്, രണ്ടായിട്ട് നടക്കുന്നുണ്ട്. സെയിം സിറ്റിയിലാണ് that host the corresponding Olympic Games. Since the last 20th century, the Paralympics have been held in the same city that hosts the corresponding Olympic Games. The Paralympics follow shortly after the Olympics conclude. The International Paralympic Committee, which was founded in 1989, is based in Germany. They are governing this. Ambute cerebral palsy, visual impairment, spinal cord injuries, intellectual disability, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഡാർഫിസം ഒക്കെയാണ് വരിക. പാരാലിമ്പിക്സ് ഡെവലപ്ഡ് ആഫ്റ്റർ സർ ലുഡ്വിഗ് ഗഡ്മാൻ. ഇതിന്റെ പ്രത്യേകത എന്താണ്? വേൾഡ് വാർ സെക്കൻഡ് വെറ്ററൻസിന് വേണ്ടി ഇംഗ്ലണ്ടിൽ ആരംഭിച്ചതാണ്. സ്പൈനൽ കോഡ് ഇഞ്ചുറീസിൽ പറ്റിയ വേൾഡ് വാർ സെക്കൻഡ് വെറ്ററൻസിന് വേണ്ടി ആരംഭിച്ചതാണ്. പശ്ചിമാന ഷാൾസ് എവിടെയുള്ളത്? കാശ്മീർ. എന്താ പ്രത്യേകത? മോദി ഷെയ്ഖ് ഹസീനക്ക് കൊടുത്തു. അതിന്റെ പ്രത്യേകത വളരെ സോഫ്റ്റ് ആണ് അല്ലേ? അത് ഹാൻഡ് ഡ്രിവൺ പ്രോസസ് അതില് ഉണ്ട്. അപ്പോ ശമ്പളം ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇത് ഓൾമോസ്റ്റ് ഈ ഒരു സെക്ടർ ഡൗൺ ആവുമായിരുന്നു.
അപ്പോൾ ഒരു നോട്ടിന് നേരെ ഇരട്ടിയാക്കി വില കൂട്ടി. അവര് കൂടുതൽ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഏതാണ്ട് 1 ലക്ഷത്തോളം സ്ത്രീകള് നേരത്തെ വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പൊ 10,000 പേര് MSP ഒക്കെ കൊണ്ടുവരിക. ജാലിയൻ വാലാബാഗ് കോംപ്ലക്സ് എന്ത് ചെയ്തു? റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ജാലിയൻ വാലാബാഗ് ഇൻസിഡന്റ് മനസ്സിലാക്കുക. ഇത് ഒക്കെ സ്റ്റാറ്റിക് പോർഷനാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു കറണ്ട് അഫയേഴ്സ് ഉണ്ടോ, നിങ്ങൾ നേരെ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഏപ്രിൽ 11, 1919 വൈശാഖി ഡേയില് ഒരു മീറ്റിംഗ് നടന്നു. ഡിസ്കസ് ആൻഡ് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ കൺഫൈൻമെന്റ് ഓഫ് സത്യപാൽ ആൻഡ് സൈഫുദ്ദീൻ കൊച്ചിൻ. റൗലറ്റ് ആക്ടിനെതിരെയായിരുന്നു നടന്നിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പൊ എന്താണ്, സ്ത്രീകളും കുട്ടികളും എല്ലാം ഉണ്ടായിരുന്നു. ജലിയൻ വാലാബാഗിൽ കൂടി ബ്രിഗേഡിയർ ജനറൽ റെജിനാൾഡ് എഡ്വാർഡ് ഹാരി ഡയർ അയാൾ എന്ത് ചെയ്തു? അയാൾ വെടിയെയ്തു. ആളുകളെല്ലാം മരിച്ചു. എന്നിട്ട് അവരെ കിണറ്റിലേക്ക് തള്ളുകയാണ് ചെയ്തത്. സെൻസസ് എന്നാൽ എന്താണ്? 2021 സെൻസസ് ഇനിയിപ്പോ നടക്കേണ്ടത് ഈ വർഷം. സെൻസസ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ, സോഷ്യോ എക്കണോമിക്, ഡെമോഗ്രഫിക് ഡീറ്റെയിൽസ് ഒക്കെ കൺട്രിയുടെ ഒരു പോപ്പുലേഷനെ കുറിച്ച് പറയാം. സെൻസസ് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ വരാം. കാര്യം സെൻസസിന്റെ ടൈമാണ്, കണക്റ്റഡ് ആണ്. കഴിഞ്ഞ ദിവസം ഡോക്ടർ അരുൺ സാറ് അദ്ദേഹം നിങ്ങളോട് പറഞ്ഞു 25 ഇയേഴ്സ് ബാക്ക്, 75 ഇയേഴ്സ് ബാക്ക് ഇൻസിഡൻസ് പ്രധാനമാണ്. അതുപോലെ സെൻസസ് ഇയർ ആയതുകൊണ്ട് തന്നെ സെൻസസ് റിലേറ്റഡ് ഒരു ചോദ്യം ചോദിക്കാം. ലോർഡ് മയോ ആണ് സെൻസസ് ആരംഭിക്കുന്നത് 1872. 1881 തൊട്ടാണ് സെൻസസ് ഇന്ത്യയിൽ ആരംഭിച്ചത്. എല്ലാ 10 വർഷം കൂടുമ്പോഴും നടക്കും. റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഓഫീസ് ഓഫ് ദ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ. അത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിലാണ്. ഋഗ്വേദയിലെ പോപ്പുലേഷൻ കൗണ്ടിനെ കുറിച്ചുള്ള ഒരു സംഭവം ഉണ്ടാവും. കൗഡല്യയുടെ അർത്ഥശാസ്ത്രത്തിലും ഐനി അക്ബരിയിലും ഡാറ്റയെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ട് അറ്റ്ലാന്റിക് മെറിഡിയണൽ ഓവർടേണിംഗ് സർക്കുലേഷൻ, അറ്റ്ലാന്റിക് ഓഷ്യനിലെ കറന്റ് സിസ്റ്റമാണ് അമോക്. An engine of the northern hemisphere climate could be weakening to such an extent that it could soon bring big changes to the world's weather. Climate models have shown that AMOC is at its weakest in more than 1,000 years. However, it has not been known whether the weakening is due to a change in circulation or the loss of stability. ലാർജ് സിസ്റ്റം ഓഫ് ഓഷ്യൻ കറന്റ് ആണ് അമോക് എന്ന് അറിയപ്പെടുന്നത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി നമ്മൾ നേരത്തെ കണ്ടതാണ്. കോൺഗ്രസ് ലീഡർ അധീർ രഞ്ജൻ ചൗധരിയാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അല്ലെ പാക്കിന്റെ ഹെഡ്. കാർഗിലിലെ ഡ്രാസ് അവിടെയൊക്കെ അവർ പോവാണ്. എന്തിനാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട്സ് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ അവിടെ ഉണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യാനാണ് അവർ പോകുന്നത്. ഇത് എത്ര പേരാ ഉള്ളത്? 22 പേരാണുള്ളത്. 15 പേര് ലോക്സഭയിൽ നിന്ന്, 7 പേര് രാജ്യസഭയിൽ. ചെയർമാൻ നോർമലി അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് ലോക്സഭാ സ്പീക്കറാണ്. നോർമലി ഒപ്പോസിഷൻ എന്നുള്ള ഒരാളെയാണ് തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും. മിഡ് ഡേ മീൽ സ്കീം ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്, കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തതാണ്. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് മിഡ് ഡേ മീൽ സ്കീം കിട്ടുന്നത്. 20 ദിവസം കിട്ടും, 200 ദിവസം കിട്ടും മിനിമം ഒരു വർഷം. റീമിഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഓഫ് എക്സ്പോർട്ടഡ് പ്രൊഡക്ട്സ് സ്കീം. അതിനുവേണ്ടി 12,454 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. എക്സ്പോർട്ടേഴ്സിന് റീഫണ്ട് ചെയ്തോടും ടാക്സസും ലോക്കൽ ഡ്യൂട്ടീസൊക്കെ. ഉഭർദേ സിതാരെ ഫണ്ട്. ഫിനാൻസ് മിനിസ്റ്റർ ഹാസ് ലോഞ്ച്ഡ് ₹250 crore worth alternative investment fund for export oriented micro, small and medium enterprises. Objective എന്താണ് ഫണ്ടിന്റെ? To identify Indian enterprises with potential advantages by way of technology, products or process along with export potential. അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ്.
എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ സഹായം, ധനസഹായം കിട്ടും. ജനശിക്ഷൺ സന്താൻ JSS, ഹൈസ്പീഡ് ഇന്റർനെറ്റ് റിമോട്ട് ട്രൈബൽ ഹാംലെറ്റിൽ കൊണ്ടുവരിക. അവിടെ എന്ത് വന്നു? നിലമ്പൂരിൽ ജംഗിളിൽ ഇത് കൊണ്ടുവന്നു. അവിടെ ഹൈസ്പീഡ് ഇന്റർനെറ്റ് ഇത് പ്രകാരം കിട്ടി. അപ്പൊ റൂറൽ ഏരിയയിൽ സ്കിൽ ഡെവലപ്മെന്റ് പ്രോത്സാഹിപ്പിക്കുക. ജനശിക്ഷൺ സംസ്ഥാൻ, ശ്രാമിക് വിദ്യാപീഠ എന്നാണ് അറിയപ്പെട്ടത്. NGOs ഒക്കെ വഴിയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. What is Harna syndrome? What does the latest report say about mysterious illness? Havana syndrome എന്താന്ന് വെച്ചാല് ഇത് ക്യൂബയിലുള്ള അമേരിക്കൻ ഡിപ്ലോമാറ്റ്സിന് ഉണ്ടായ ഒരു അസുഖമാണ്. അവർക്ക് പെട്ടെന്ന് ഇത് എന്താണ് സ്ട്രേഞ്ച് സൗണ്ട് കേൾക്കുക, അതുപോലെ ഇല്ലാവുക, ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വന്നു. അതിനുശേഷമാണ് ഇത് ഹവാന സിൻഡ്രം എന്നറിയപ്പെടുന്നത്. മിക്കവാറും അവർ ഏതെങ്കിലും തരത്തിലുള്ള വിഷമോ എല്ലാം കൊടുത്ത് അല്ലെ, ആ രീതിയിലാണ് ഇത് വരിക. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരിക. ഗ്രേറ്റർ മാലി കണക്ടിവിറ്റി പ്രൊജക്ട്. മാൽദീവ്സ് ഗവൺമെന്റ് മുംബൈ ബേസ്ഡ് കമ്പനി അഫ്കോൺസുമായിട്ടൊരു എഗ്രിമെന്റിൽ വരികയാണ്. അഫ്കോൺസുമായിട്ട് ഇതിനു വേണ്ടിയാണ് അഫ്കോൺസുമായിട്ട് ഈ മാൽദീവ്സിലെ ഒരു കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണിത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പ്രൊജക്റ്റാണിത് മാലിയിലുള്ളത്. വില്ലിങ്ങി, ഗുൽഫാഹു, തിലാഫുഷി അവിടെയൊക്കെയാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം നമ്മളിപ്പോ തീരും. സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഇറക്കിയിരിക്കുന്നതാണ്. നമുക്കറിയാം ഫിസിക്കൽ ഗോൾഡ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഉള്ള നഷ്ടം എന്താണ്? ഫിസിക്കൽ ഗോൾഡ് പണിക്കൂലി, പണിക്കുറവ്, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഇത് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് 2% ഇൻട്രസ്റ്റും കിട്ടും. മച്യൂരിറ്റി നിങ്ങൾക്ക് ഇത് വിറ്റ്, പേപ്പർ ഗോൾഡ് വിറ്റ് നിങ്ങൾക്ക് എന്തെടുക്കാൻ പറ്റും? നിങ്ങൾക്ക് ഫിസിക്കൽ ഗോൾഡ് അന്ന് വാങ്ങിക്കാനുള്ള ഒരു അവസരവും കിട്ടും. 1 ഗ്രാമാണ്, മാക്സിമം 4 കിലോ വരെ നമുക്ക് നിക്ഷേപിക്കാം. ഹൈഡ്രജൻ ഫ്യൂവൽ എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യൻ റെയിൽവേയുടെ സ്കീമാണ്. ഹൈഡ്രജൻ ഫ്യൂവൽ ടെക്നോളജി വെച്ച് ഓടാൻ പോവുക. മിഷൻ നെറ്റ് സീറോ കാർബൺ എമിഷൻ റെയിൽവേ. ലൈറ്റസ്റ്റ് ആൻഡ് ഫസ്റ്റ് എലമെന്റ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ആണ് ഹൈഡ്രജൻ. വെയിറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ എയർ ആണ്. അതിന് പ്യുവർ ഫോമിൽ റെയർ ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. H2 എന്നുള്ള ഫോമിൽ. ഹൈഡ്രജൻ ഫ്യൂവൽ is zero emission fuel burned with oxygen. It can be used in the fuel cells of or internal combustion engines. ഗതിശക്തി ഇത് വലിയ പ്രധാനപ്പെട്ടതാണ്. ഗതിശക്തി മിക്കവാറും പ്രിലിമിനറി ചോദ്യം ഉണ്ടാകും. ഗതിശക്തി എന്താണെന്ന് അറിയാമോ? ഈ വർഷത്തെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഓഗസ്റ്റ് 15 പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്ത സ്കീമാണ് ഗതിശക്തി. പഠിച്ചിട്ട് പോവുക. മിക്കവാറും ചോദ്യം വരും. ഹൈലൈറ്റ്സ് എന്താണ്? ഗതിശക്തി will be a national infrastructure master plan for our country which will lay the foundation of holistic infrastructure. റോഡ് വേണം, കെട്ടിടങ്ങൾ വേണം, അങ്ങനെ ഇന്ത്യയിലെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള ഒരു സ്കീമാണ്. അടിസ്ഥാന വികസന സൗകര്യങ്ങൾ 100 lakh crore rupees ആണ് മാറ്റിവെച്ചിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ. ഡീപ് ഓഷ്യൻ മിഷൻ അതും പ്രധാനപ്പെട്ടതാണ്. രാജ്യസഭയെ അറിയിച്ചു 4077 കോടി രൂപ ഡീപ് ഓഷ്യൻ മിഷന് വേണ്ടി മാറ്റിവെക്കും. ഡീപ് ഓഷ്യൻ മൈനിങ്, ഓഷ്യൻ ക്ലൈമറ്റ് ചേഞ്ച് അഡ്വൈസറി സർവീസസ്, അണ്ടർ വാട്ടർ വെഹിക്കിൾ, അണ്ടർ വാട്ടർ റോബോട്ടിക്സ്, അതുപോലെ റിസോഴ്സസ്, അണ്ടർ വാട്ടറുള്ള റിസോഴ്സസ് ഐഡന്റിഫൈ ചെയ്യുക. ഇതൊക്കെയാണ് ഉദ്ദേശം. 6000 അടിയിലേക്ക് 3 ആൾക്കാരെ വിടാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ടെക്നോളജിയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ഹിസ്റ്റോറിക് ന്യൂക്ലിയർ ഫ്യൂഷൻ ബ്രേക്ക് ത്രൂ അച്ചീവ്ഡ്. കാലിഫോർണിയയിൽ നിന്നുള്ള ഫിസിസിസ്റ്റ് അവര് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി ഫ്രം ഫ്യൂഷൻ ദേ ഹാവ് ജനറേറ്റഡ്. ഒരു ക്ലീൻ എനർജി സോഴ്സിന് വലിയൊരു ബൂസ്റ്റ് ആയിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട്. ഫിഷനിൽ എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കും? ന്യൂക്ലിയർ ഫ്യൂഷൻ is considered by some scientists to be potential energy of the future, particularly because it produces little waste and no greenhouse gases.
ഒത്തിരി ആളുകൾ ഈ ന്യൂക്ലിയർ ഫ്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്നു. ഫിഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ where the bonds of heavy atomic nuclei are broken to release energy. In fusion process, two light atomic nuclei are married to create a heavy one. This process is at work in states including our sun. നാസയുടെ പെർസീവറൻസ് റോവർ പ്രധാനപ്പെട്ടതാണ്. നാസയുടെ പെർസീവറൻസ് റോവർ ജസേറോ ക്രേറ്ററിൽ മാർസിൽ ഇറങ്ങി അവിടെ നിന്നുള്ള റോക്ക് സാമ്പിൾസ് എടുക്കും. 2020 അത് ലോഞ്ച് ചെയ്തിരുന്നത്. മിഷൻ എന്തുകൊണ്ടാണ് സിഗ്നിഫിക്കന്റ്? സിവിൽ സർവീസിലും പെർസീവറൻസ് ആവേണ്ട അല്ലെ, നിതാന്ത പരിശ്രമം. ഇറ്റ് ക്യാരിഡ് എ യുണിക് ഇൻസ്ട്രുമെന്റ് MOXIE or Max Oxygen ISRO experiment, which for the first time manufactured molecular oxygen on Mars using carbon dioxide from the carbon dioxide rich atmosphere, means in situ resource utilization. It carried Ingenuity, അതും പ്രധാനപ്പെട്ടതാണ്. അവിടെ ഒരു കുഞ്ഞു ഹെലികോപ്റ്റർ ഇറങ്ങി മാർസിൽ പറക്കാമേ, അതിന്റെ പേരാണ് Ingenuity. The planned first step to bring back rock samples from Mars, അതാണ് ഉദ്ദേശം. തീരുകയാണ്, ലാസ്റ്റ് ടോപ്പിക്. 9 മണിയായി തീരുന്നു. Merger of the 3 jumbo black holes spotted. ബ്ലാക്ക് ഹോള് സ്പോട്ട് ചെയ്യപ്പെട്ടു. എ ടീം ഓഫ് ആസ്ട്രോഫിസിസ്റ്റ് ഫ്രം ഇന്ത്യ അവരാണിത് സ്പോട്ട് ചെയ്തത്. ബ്ലാക്ക് ഹോൾ എന്ന് വെച്ചാൽ എന്താണ്? ബ്ലാക്ക് ഹോൾ ഈസ് ആൻ ഒബ്ജക്ട് ഇൻ സ്പേസ് ദാറ്റ് ഇസ് സോ ഡെൻസ് ആൻഡ് ഹാസ് സച്ച് സ്ട്രോങ് ഗ്രാവിറ്റി ദാറ്റ് നോ മാറ്റർ ഓർ ലൈഫ് ക്യാൻ എസ്കേപ്പ് ടു ഇറ്റ്സ് പുൾ. ബ്ലാക്ക് ഹോളിൽ കൂടെ ലൈറ്റിന് കിടക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഒരു കറുപ്പ് ഇതേ കാണത്തുള്ളൂ, നമുക്ക് കാണാൻ പറ്റത്തില്ല. ബിക്കോസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും. ബിക്കോസ് നോ ലൈറ്റ് ക്യാൻ പാസ്, ഇറ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് ഇൻവിസിബിൾ. ഇതെപ്പോഴും ഇൻവിസിബിൾ ആയിട്ടിരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റത്തിന് സൗത്ത് ആഫ്രിക്കയ്ക്ക് പേറ്റന്റ് കിട്ടി. ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ് ഹാസ് ഗ്രാൻഡഡ് എ പേറ്റന്റ് ടു ആൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം റിലേറ്റിംഗ് ടു എ ഫുഡ് കണ്ടെയ്നർ ബേസ്ഡ് ഓൺ ഫ്രാക്ടൽ ജിയോമെട്രി. അതിന് പേറ്റന്റ് ലഭിച്ചു എന്നാണ് പറയുന്നത്. ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്, ഫോട്ടോഗ്രാമെട്രി ടെക്നോളജി. ഇതൊരു റിമോട്ട് സെൻസിങ് മെത്തേഡാണ്. ലൈറ്റ് ഉപയോഗിച്ച് എന്താണ് എർത്തിന്റെ അടിയിലേക്ക് അതിന്റെ റേഞ്ചസ് ഡിസ്റ്റൻസസ് വേരി ചെയ്യും. ഇവിടെ ലേസർ ലൈറ്റ് ഒബ്ജക്റ്റിലേക്ക് അടിക്കുക എർത്ത് സർഫസിൽ നിന്ന്. എന്നിട്ട് ഇത് താഴെ പോയിട്ട് തിരിച്ചു വരാൻ വന്ന സമയം എത്രയാണെന്നുള്ളത് യൂസ് ചെയ്യും. സുജലാം ക്യാമ്പയിൻ ബലശക്തിയുടെ ക്യാമ്പയിനാണ്. അത് ഓപ്പൺ ഡിഫെക്കേറ്റ് ഫ്രീ വില്ലേജസ് ആണ്. എന്താണ്? വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് വില്ലേജ് ലെവലിൽ തുടങ്ങുന്നു. സോക്ക് പിറ്റ്സ് ആരംഭിക്കുന്നു. ഗ്രേ വാട്ടർ മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ആരംഭിക്കുന്നു. കമ്മ്യൂണിറ്റി കൺസൾട്ടേഷൻ വരുന്നു. സോക്ക് പിറ്റ് കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. അപ്പം വില്ലേജസിന് എന്താണ് മലമൂത്ര വിസർജന ഇല്ലാത്ത നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളാക്കി മാറ്റുക എന്നുള്ളത് ഇതിന്റെ ഉദ്ദേശം. ഭൂമിപുത്ര അധികാരിണി ബില്ല് ഗോവ അസംബ്ലി പാസ് ചെയ്തു. എനിവൺ ലിവിംഗ് ഇൻ ദ സ്റ്റേറ്റ് ഫോർ മോർ ദാൻ 30 years or more as a Bhumiputra, son of the soil, and gives such the person the right to own his or her small dwelling unit if ownership was undetermined so far. എന്നുവെച്ചാൽ 250 സ്ക്വയർ ഫീറ്റ് കുറയാതെയുള്ള വീട്ടിലാണ് അവർ താമസിക്കുന്നതെങ്കിൽ അതിന്റെ അധികാരം അവർക്ക് കൊടുക്കും. 30 വർഷത്തിന് മേലെ അവിടെ താമസിക്കുന്നുണ്ട്. PM കുസും സ്കീം ഇതെന്താണ്? സ്കീം മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെയാണ്. സോളാർ പമ്പ്സും ഗ്രിഡ്സും സോളാറുമായിട്ട് കണക്ട് ചെയ്തത് നമ്മുടെ രാജ്യത്തുടനീളം കൊടുക്കുവാണ് കർഷകർക്കും മറ്റും. അപ്പോൾ ഈ പെട്രോളിന്റെ ഉൽപ്പന്നം കുറയും. അത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള റിന്യൂവബിൾ ആയിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കും. അപ്പൊ നമ്മളുടെ ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ തീർത്തിരിക്കുകയാണ്. ഈ വർഷം പ്രിലിം എഴുതുന്നവർക്ക് നമ്മൾ 3 ഡയമെൻഷണൽ സ്ട്രാറ്റജിയാണ് നമ്മൾ വന്നത്. 3000-ഓളം ക്വസ്റ്റ്യൻ അബ്സല്യൂട്ടിന്റെ റിസർച്ച് ടീം തയ്യാറാക്കി നിങ്ങൾക്ക് തന്നു.
കൂടാതെ സബ്ജക്ട് വൈസ് കറണ്ട് അഫയേഴ്സ് റിവിഷൻ നടത്തി, മന്ത് വൈസ് ഇപ്പൊ കറണ്ട് അഫയേഴ്സിന്റെ റിവിഷൻ നടത്തി, കൂടാതെ എല്ലാ ആഴ്ചയിലും നമുക്ക് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും ഉണ്ടായിരുന്നു. ഇനി പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓൾ ദ ബെസ്റ്റ്, സക്സസ് ഈസ് യുവേഴ്സ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി പ്രിലിം എഴുതുക, ഈ വർഷം എഴുതുന്നവർ നിങ്ങൾ ഉറപ്പായിട്ടും പാസ്സാവും. കട്ട് ഓഫ് ഒക്കെ നമുക്കറിയാം, കുറെയൊക്കെ നമ്മുടെ കയ്യിലൊന്നും അല്ല, നമ്മൾ എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് എടുക്കുക. ഈ വർഷം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത ആളുകൾ, ഒപ്പം പുതിയ ബാച്ചിലുള്ള ആളുകൾ ഈ ഒരു ജൂൺ തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് വീണ്ടും നന്നായിട്ട് നോക്കി പോവുക. 2022 എക്സാമിന് നിങ്ങൾ ഒരുങ്ങുക. നിങ്ങൾക്ക് എന്തായാലും എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും. പുതിയ ബാച്ചിലുള്ളവർക്ക് നാളെ ഗ്രൂമിംഗ് സെഷൻ ഉണ്ടാവും. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. മീൻ ടൈം നിങ്ങൾക്ക് തന്ന അസൈൻമെന്റ്സ് ഒക്കെ ഇപ്പൊ ചെയ്യുക. ഈ ദിവസങ്ങളിൽ സമയം കിട്ടത്തുള്ളൂ. ഇനിയിപ്പോ ബാക്ക് ടു ബാക്ക് ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ആ 2 അസൈൻമെന്റ്സ്, ഇന്ത്യയുടെ ഒരു അസൈൻമെന്റ് ഞാൻ പറഞ്ഞു, അത് മസ്റ്റായിട്ട് ചെയ്യുക. ഞാൻ ക്രോസ് ചെക്ക് ചെയ്യും. ഞാൻ അതിനുവേണ്ടി മാത്രം ഒരു സെഷൻ വെക്കും. അറ്റൻഡൻസ് വായിക്കും, നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ക്രോസ് ചെക്ക് ചെയ്യും. ഞാൻ അടുത്ത ദിവസം അതിനുവേണ്ടി നിങ്ങളുമായിട്ടിരിക്കും. 2 ഞാൻ ഇന്നലെ പറഞ്ഞു, 5 years പ്രിലിമിന്റെ ക്വസ്റ്റ്യൻ, മെയിൻ്റെ ക്വസ്റ്റ്യൻ, അത് അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഓരോ ഏരിയയിൽ നിന്ന് എത്ര മാർക്ക് എടുക്കാൻ പറ്റും, ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കുക. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒരു ചോദ്യം മുമ്പേ ആരോ ഒരാൾ ചോദിച്ചു, എന്താ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു? ജൂലൈയിലെ എന്തായിരുന്നു? എൻഫോഴ്സ്മെന്റ് കോൺട്രാക്ട് 4ാമത്തെ, ജൂലൈയിൽ 4ാമത്തെ. എൻഫോഴ്സിംഗ് കോൺട്രാക്ട്സ് പോർട്ടൽ. ഇതെന്താന്ന് ചോദിച്ചാല്, ഇത് ഇപ്പൊ നമുക്കറിയാം പല കോൺട്രാക്ട്സ്, പലതരത്തിലുള്ള കോൺട്രാക്ട്സ് ഒക്കെ നിലവിൽ വരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ, ലെജിസ്ലേറ്റീവ് നിയമങ്ങൾ, പോളിസി റീഫോംസ്, അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് പോർട്ടല് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്, മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്, മിനിസ്ട്രി ഓഫ് ലോ കൊണ്ടുവന്നു. കാര്യം കോൺട്രാക്ട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് മാറാൻ വേണ്ടി ഇപ്പൊ ഒരു ഓരോ പലതരത്തിലുള്ള കോൺട്രാക്ട്സ്, ആ കോൺട്രാക്ട്സ് മായി ബന്ധപ്പെട്ട ഒരു പോർട്ടൽ വന്നു, അത്രയേ ഉള്ളൂ. ഒരു ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ഒന്നും അല്ല. അത് ഈ ബിസിനസ് ഏറ്റവും കൂടുതൽ റാങ്ക് കിട്ടുന്ന പാരാമീറ്റർ, കുറവ് റാങ്ക് കിട്ടുന്നത് ഈ എൻഫോഴ്സിംഗ് കോൺട്രാക്റ്റിൽ, അത് പരിഹരിക്കാനാണ് ഇത് കൊണ്ടുപോകുന്നത്. അതെ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് എല്ലാം തന്നെ നമുക്ക് ലഭിക്കും കൃത്യമായിട്ട്. ഡാറ്റാസ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവും ഒക്കെ തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കും. അതെങ്ങനെയാണ് അത് നടപ്പിലാക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ. നടപ്പിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പല കോൺട്രാക്ട്സും എൻഫോഴ്സ് ചെയ്യുന്നതിനും പ്രയാസമുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങളുടെ ഈ അസൈൻമെന്റ്സ് വളരെ ഒരു സീരിയസ്നെസ്സോട് കൂടി ചെയ്യുക. അപ്പൊ NCERT ബുക്സ് വായിച്ചു തുടങ്ങുക. പുതിയ എനിക്ക് തോന്നുന്നു October 4 തോന്നുന്നു നിങ്ങളുടെ NCERTയുടെ ആദ്യത്തെ എക്സാം, പുതിയ ബാച്ചിന്റെ അല്ലേ? ടൈം ടേബിൾ ഇട്ടിട്ടില്ലേ? NCERT എക്സാമിന്റെ ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടല്ലോ? ഇല്ല സർ, ടൈം ടേബിൾ ഒന്നും കിട്ടിയില്ല. ക്ലാസ് റൂമിൽ ഇന്ന് അവർ ഷെയർ ചെയ്യും, ഓഫീസിൽ നിന്ന് ഷെയർ ചെയ്യും. ആദ്യത്തെ എക്സാം October 1st വീക്ക് ആയിരിക്കും കേട്ടോ. ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ.